ഒരു വീട്ടിൽ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ദിവസം സ്വന്തം വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട 5 പേരെ ഇല്ലാതാക്കുകയാണ്. അത് വെറുതെ ഇല്ലാതാക്കുകയല്ല, ആ ഒരു പെയിൻ എൻജോയ് ചെയ്യുന്നു. ഇപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ അടുത്ത് വരുന്നത് സെക്ഷുവൽ ഒബ്സസീവ് തോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരാൾ പറയുന്നത് ആളുടെ സെമൻ ഈസ് ഫ്ലോയിങ് ആൻഡ് അത് ആളുടെ ബെഡ്ഷീറ്റ് വെറ്റാക്കുന്നു, അത് ഇരിക്കുന്ന സ്ഥലം വെറ്റാക്കുന്നു. ഹീസ് ഫീലിംഗ് കണ്ടിന്യൂസ്ലി എൻ്റെ സെമൻ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് നോട്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒക്കെ അവിടെ ക്ലീൻ ചെയ്യണം. ഓർഗൻസിലൊക്കെ ഫംഗസും പ്രശ്നങ്ങളും ഒക്കെ വന്നു തുടങ്ങി. ആൻഡ് ഒക്കെ നിസ്കരിക്കാൻ പറ്റുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി ക്ലീൻ ആയെങ്കിലല്ല എനിക്ക് നിസ്കരിക്കാൻ പറ്റും. എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ മെൻ്റൽ ഹെൽത്താണ്. അയ്യോ എൻ്റെ വീട്ടിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, അപ്പം ഞാൻ സേഫാണ് എന്ന് ചിന്തിക്കണ്ട. ഇനിയെങ്കിലും നമ്മൾ സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ സിവിയർ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തത്തെക്കായാലും പ്രശ്നമാണ്. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഭയങ്കര ടോക്സിക് ട്രേറ്റ് ആണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്ന് വിചാരിക്കും. എന്തൊക്കെ രീതിയിൽ സഫർ ചെയ്യും, പിന്നെ എങ്ങനെ അതിന് പുറത്തേക്ക് കടക്കാം. അപ്പോൾ ഇവർ ഫിസിക്കലി വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും. നീ കാർഡ് വെച്ചോ, ഷോപ്പ് ചെയ്തോ, നിനക്ക് വേണ്ടുന്ന എന്താ സാധനം എടുത്തോ. പക്ഷെ ഒരിക്കലും എന്നോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഇമോഷണൽ സപ്പോർട്ടോ ചോദിക്കരുത്. ഇവർക്ക് ഒരിക്കലും ഒരു ഇന്നർ കണക്ഷൻ ഇല്ല. ഇൻഡിവിജ്വലിസമാണ് അവിടെ പ്രയറായിട്ട് നിൽക്കുന്നത്. എനിക്ക് വിശക്കുമ്പോൾ കഴിക്കണം, എനിക്ക് സെക്സ് വേണ്ടപ്പോൾ ചെയ്യണം, സെൽഫ് കോൺസെപ്റ്റ് മാത്രമേ അവിടെ ഉണ്ടാവൂ. പക്ഷെ കണക്ഷൻ ഉള്ളതുപോലൊക്കെ ഭാവിക്കും. റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും ദർ ഈസ് നോ ഇൻറ്റിമേറ്റ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാവും. ആള് പറയുന്നത് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന തോട്ട് ഞാൻ കാണുന്നവരോടും എല്ലാം സെക്സ് ചെയ്യും. ഇഫ് ഐ സീ മൈ ബ്രദർ, സീ മൈ ഫാദർ, മൈ ഫ്രണ്ട്, എല്ലാവരോടും ഞാൻ സെക്സ് ചെയ്യുക. ഈ തോട്ടാ വന്നുകൊണ്ടിരിക്കുന്നത്. കഥ അടച്ചിട്ട് അകത്തിരിക്കുക. ആരെയും കാണണ്ടല്ലോ. ജെൻസ് വരുന്ന ഭാഗത്തോട്ട് നോക്കത്തില്ല. നോക്കിയ ഉടനെ ഒബ്സസ്ഡ് തോട്ടാണ് വരുന്നത്. ഒരു ദിവസം ഒരു മനുഷ്യന് മിനിമം 60,000 തൊട്ട് 80,000 വരെ വരുന്ന തോട്ട് പാറ്റേൺസ് ഉണ്ട്. റിച്വൽ റിലേറ്റഡ് തോട്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഒത്തിരി കൂടുതലാണ്. ഒരു പേപ്പറിൽ ചവിട്ടിയ പേപ്പർ എടുക്കുന്നു, 3 പ്രാവശ്യം കണ്ണിൽ വെക്കുന്നു, കുരിശടി കണ്ടാൽ ഉടനെ കുരിശ് വരയ്ക്കുന്നു. ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ അപകടം സംഭവിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇത്രത്തോളം നമ്മുടെ മൈൻഡിന് എഫക്റ്റ് ആവുന്നുണ്ട്. ഹൗ വി വിൽ ബിക്കം ലൈക്ക് ഇമോഷണലി സ്റ്റേബിൾ. എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ ഞാൻ എങ്ങനെ അറിയാം? ADHD ഡയഗ്നോസ്ഡ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വൺ ഓഫ് മൈ ക്ലയന്റ് ആളുടെ സ്പെക്ട്സ് ടേബിളിൽ നിന്ന് എടുത്ത് കണ്ണിലേക്ക് വെക്കാൻ എടുക്കുന്ന സമയം ഇറ്റ്സ് 2.5 hours. ദാറ്റ് ഈസ് OCD. പെൺകുട്ടിയുടെ ഇൻസിഡൻ്റ് ആണ്. അവള് കുളിക്കാൻ എടുക്കുന്ന സമയം ദ ഹോൾ നൈറ്റ് ക്ലീൻ ആയില്ലെന്ന് പറഞ്ഞിട്ട് ഫിനോള് വരെ ദേഹത്തൊഴിച്ചിട്ടുണ്ട്. ഡെറ്റോളൊക്കെ ഒരു ബോട്ടിൽ ഒരു ദിവസത്തേനേ ഉള്ളൂ. അമ്മയ്ക്ക് ആങ്കർ പിടിച്ചു വയ്ക്കാൻ പറ്റാണ്ട് അമ്മ എന്നെ കുറെ അടിച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് അമ്മ ഇങ്ങനെ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആഫ്റ്റർ ഓൾ ദിസ് ഇയർ അന്ന് ആക്ച്വലി അമ്മയ്ക്ക് എന്തെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ് അല്ലേ. അപ്പം പറഞ്ഞു ശരിയാണ്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അമ്മ അന്ന് സ്ലീപ്പിംഗ് പിൽസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മുടെ ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാർ ലൈക്ക് സീക്ക് ഹെൽപ്പ്. ഇറ്റ്സ് ലൈക്ക് ഇത് നാളെ നിങ്ങളുടെ കുട്ടികളെയും ബാധിക്കാം, നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയും ബാധിക്കാം. യു വിൽ നെവർ നോ. ഹായ് ഗൈസ്, വെൽക്കം ടു പിങ്ക്. സോ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഒരു 4 പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരാൾക്കെങ്കിലും ഒരു മെൻ്റൽ ഡിസോർഡർ ഉണ്ടായിരിക്കും. പക്ഷെ പലരും അത് ചികിത്സിക്കാണ്ടാണ് പോകുന്നത്. ആൻഡ് അത് നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വന്നിരിക്കുന്ന ഗസ്റ്റ് കേരളത്തിലെ തന്നെ നമ്പർ 1 മെൻ്റൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സിജിയ ബിനു ആണ്. ആത്മ മൈ മൈൻഡ് മൈ കെയർ എന്ന സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സണും കൂടിയാണ് സിജിയ മാം. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെസ ഇൻറ്റീരിയേഴ്സ് ആണ്. എങ്ങനെ നമുക്ക് മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഇനി അത് പരിഹരിക്കാം എന്നുള്ള ടോപ്പിക്സ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. സോ എൻജോയ് ദ ഷോ. നമ്മൾ ഈ ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര ഇപ്പം ആക്ച്വലി ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് വർക്കിംഗ് കൾച്ചർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ ജിമ്മ് പോകുന്നതും ഡയറ്റ് എടുക്കുന്നതും എല്ലാം ഭയങ്കര കോമൺ ആയിട്ട് ഇതുകൊണ്ട് ഇറ്റ്സ് എ ഗുഡ് തിങ് ഓൾസോ. പക്ഷേ മെൻ്റൽ ഹെൽത്ത് എന്നിലേക്ക് വരുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം? നമുക്ക് ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റോ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ മെയിൻറ്റെയിൻ, ലൈക്ക് ഒരു ജിമ്മിന് പോകുന്ന പോലെ നമുക്ക് എങ്ങനെ ആക്ച്വലി ട്രെയിൻ ലൈക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും? ലൈക്ക് ദ ഫസ്റ്റ് പ്രോസസ് ഹൗ വിൽ നോ
ഓക്കെ. മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന്. Yeah. യെസ്, അവിടെയാണ് തുടങ്ങേണ്ടത്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവെയർനെസ് വളരെ കുറവ്. അവെയർനെസ് ഇൻ ദ സെൻസ് ഫിസിക്കൽ ഹെൽത്ത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലിവർ സിറോസിസ് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്ന ഒരു മെഡിക്കൽ ടേം പറഞ്ഞാൽ പോലും നമ്മളുടെ കേരളത്തിലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം. ദാറ്റ് മീൻസ് ദാറ്റ് മച്ച് അവെയർ അബൌട്ട് നമ്മൾ ഫിസിക്കൽ ഹെൽത്ത്. അതുകൊണ്ട് WHO തന്നെ അങ്ങനെ ഒരു മോഡൽ പോലും ഉണ്ട്. കേരള ഹെൽത്ത് മോഡൽ എന്ന് പറയുന്നൊരു മോഡൽ പോലും ഉണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മെൻ്റൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോഴും ഇതൊരു ഹെൽത്തായിട്ട് പോലും മെജോറിറ്റി പോപ്പുലേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിനൊരു ഹെൽത്തായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണോ? അതിന് ഞാൻ പ്രത്യേകിച്ചൊരു സമയം കൊടുക്കേണ്ടതുണ്ടോ? അതിനെ ഹൈക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഒരു ചിന്താഗതി പോലും നമ്മളുടെ മൈൻഡിൽ ഒരു മെജോറിറ്റി പോപ്പുലേഷൻ്റെ അടുത്തും വന്നിട്ടില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവെയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്നെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ പ്രശ്നം, എൻ്റെ മീൻസ് അച്ഛനും അമ്മയും എന്നെ കൺസിഡർ ചെയ്യാത്തതിൻ്റെ പ്രശ്നം. അങ്ങനെ നമ്മൾ ഇതിനെ നമ്മളുടെ സ്വഭാവമായിട്ടും പെരുമാറ്റമായിട്ടും നമ്മളുടെ ചുറ്റുപാടുമായിട്ടും ഒക്കെ കൂട്ടിക്കലർത്തിയിട്ടൊരു വല്ലാത്ത ഒരു വിഷയത്തിലേക്കാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് ഇൻ ന്യൂ നോർമൽ വി ഷുഡ് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അവെയർ ആയിരിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മെൻ്റൽ ഹെൽത്ത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അത് ഇങ്ങനെ നമ്മളുടെ എന്താ പറയുന്നത് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിലും നമ്മളുടെ ഒരു കൂട്ടായിട്ടുള്ള ലൈഫിലും ഒക്കെ ഇമോഷൻസ് ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ട് അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ഇൻ ന്യൂ നോർമൽ നമ്മളുടെ എല്ലാം കോർട്ടിസോൾ പ്രൊഡക്ഷൻ ഈസ് ഹൈ. ദാറ്റ് മീൻസ് സ്ട്രെസ് ഹോർമോൺ ഈസ് സോ ഹൈ. 3.5 വർഷം നമ്മൾ പേടിച്ചാണ് ജീവിച്ചത്. അവിടെ തൊട്ട് അസുഖം വരുമോ, ഇവിടെ തൊട്ട് അസുഖം വരുമോ, അങ്ങോട്ട് പോകാൻ പറ്റുമോ, ഇങ്ങോട്ട് പോകാൻ പറ്റുമോ. യെസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു കാരണം ഇല്ലെങ്കിലും പേടിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ്സ് കൂടുന്നു. നമ്മൾ അതിൽ നിന്ന് സ്ട്രെസ്സ് കൂടിയിട്ട് ആൻഷ്യസ് മോഡിലേക്ക് വരുന്നു, ആൻസൈറ്റി ആകുന്നു. ചിലർക്കിത് ഒരു വർത്ത്ലെസ്, ഹോപ്പ്ലെസ്, ഹെൽപ്ലെസ് ഫീലിങ്സ് ആയിട്ട് അത് ഡിപ്രഷനിലേക്ക് മാറിപ്പോകുന്നു. പിന്നെ നമ്മളുടെ വേൾഡ് ഒത്തിരി ഫാസ്റ്റായിട്ടുള്ളൊരു വേൾഡ്, ഒരു സ്ലോ ഫേസിൽ നമുക്കൊന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാനോ ഒന്നും ഒരു യെസ്. അപ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഇമോഷണൽ ഹെൽത്തിനെ ശ്രദ്ധിക്കണം. പണ്ട് കാലം ഒരു നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 50 വർഷം മുമ്പ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി നടത്തി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് അൺഹെൽത്തി എന്നുള്ളതാണ്. എന്തോ കോംപ്ലിക്കേറ്റഡ് വിഷയം ഉണ്ടായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ? ഹോസ്പിറ്റലിൽ പോകാതിരുന്നാലാണ് അത് നമുക്ക് വീട്ടിലൊരു ഡെലിവറി നടക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല. അതിനെ നമ്മൾ ഒരിക്കലും അതൊരു ഹെൽത്തി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇമോഷണൽ ഹെൽത്തിനെയും മെൻ്റൽ ഹെൽത്തിനെയും കാര്യമായിട്ട് തന്നെ ആദ്യം മനസ്സിലാക്കണം, അവെയർ ആവണം. അതും ഞാൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒന്നാണെന്നുള്ള ആക്സെപ്റ്റൻസ് മെജോറിറ്റി പോപ്പുലേഷന് വരേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ ആക്ച്വലി ഇപ്പം നെയ്ബറിന് നടന്നൊരു കാര്യമാണ്. സോ ഇപ്പോൾ പ്രൈവസിയുടെ ഒരു കാര്യത്തിൽ ഞാൻ പേരും കാര്യമൊന്നും പറയുന്നില്ല. അതായത് ഒരു സ്ത്രീയാണ്, ആ ചേച്ചിയുടെ 2 മക്കളുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ അതിൽ ഇളയാൾ ഒരു ചെറിയ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അപ്പോൾ അത് അവരുടെ മീൻസ് അവർ വിറ്റ്നസ് ചെയ്തു ആ ഒരു കാര്യം. സോ അന്ന് തുടങ്ങിയിട്ട് വളരെയധികം എന്താ പറയുക, വേറെ ഒരു സ്വഭാവത്തിലേക്ക് പോവുകയും പിന്നീട് മദ്യത്തിന് അടിമയാവുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അന്നൊന്നും ഒരുപാട് പേര് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ചിലപ്പോൾ ഈ അഡിക്ഷനെ കുറ്റം പറയാന്നല്ലാതെ വേറെ ഇതിനെന്താണ് ട്രീറ്റ്മെൻറ്റോ ഹെൽപ്പിലോ എന്നൊന്നും എന്നൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ അറിഞ്ഞത്, ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഇവർ മദ്യം നിർത്തി പിന്നീട് വീണ്ടും റിക്കവർ ആവാൻ നോക്കി, പക്ഷേ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവർ മദ്യത്തിൽ വിഷം ചേർത്തിട്ട് തന്നെയാണ് സൂയിസൈഡ് ചെയ്തത്. അവിടെ വന്നപ്പോഴാണ് ആൾക്കാർ ഇത് ഇത്രയും ഒരു സീരിയസ് ഇഷ്യൂ ആണോ, ഇതൊരു സൂയിസൈഡൽ വരെ എത്തിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുറവായിരിക്കും. അല്ല, അപ്പോൾ ഈ നമ്മുടെ ലൈഫിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അതിങ്ങനെ കെട്ടിക്കിടക്കുന്നത് എത്രത്തോളം നമ്മുടെ മൈൻഡിന് എഫക്റ്റ് ആവുന്നുണ്ട്.
ഓക്കെ, തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ തന്നെയുണ്ട്. വൺസ് നമ്മളൊരു ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റിലൂടെ കടന്നു പോയാൽ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ വിട്ട് കളയാൻ പറ്റാത്ത മാനസികാവസ്ഥയുള്ളവരുണ്ട്. അവർക്കത് വിട്ട് കളയാൻ പറ്റില്ല. അതവരെ വീണ്ടും വീണ്ടും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പറയുമ്പോൾ ശരിക്കും നമ്മളുടെ തോട്ട് പാറ്റേണിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു ദിവസം ഒരു മനുഷ്യന് മിനിമം 60,000 തൊട്ട് 80,000 വരെ വരുന്ന തോട്ട് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഈ തോട്ട് പാറ്റേൺസിനകത്ത് പലർക്കും റിപ്പറ്റേറ്റീവ് തോട്ട്സാണ് നമുക്കതിൽ കൂടുതലും വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻസിഡൻറ്റിൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് അവരുടെ കുഞ്ഞാണല്ലോ, വളരെ ഇമോഷണലി അടുത്ത് നിൽക്കുന്ന, അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന, എക്സ്പെക്റ്റഡേ അല്ല, ഇറ്റ്സ് എ വെരി അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്. അപ്പോൾ അവർക്കത് മൈൻഡിൽ നിന്ന് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള രീതിയിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പോലും അത് കളയാനായിട്ട് സാധിച്ചില്ല. ഇനി ചിലർ ചിന്തിക്കും, ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആകേണ്ടതായിരുന്നു. ബ്ലെയിം അവരെ ഒരു സെൽഫ് ബ്ലെയിമിങ്ങിലേക്ക് അത് നയിക്കും. അത് അവരെ ഒരു ഗിൽട്ട് ഫീലിങ്ങിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അപ്പം ഞാൻ ഡേ ബൈ ഡേ അതെൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ എല്ലാം അഫക്റ്റ് ചെയ്യും. എന്നിട്ട് ഐ ആം നത്തിങ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പോലും അല്ലെങ്കിൽ ഇത് എനിക്ക് സംഭവിച്ചു, വേറെ ആർക്കും സംഭവിച്ചില്ലല്ലോ, എനിക്ക് തന്നെ എന്തുകൊണ്ട് വന്നു, ഇങ്ങനൊരു സെൽഫ് ബ്ലെയിമിങ്ങിലേക്ക് പോയിട്ട് ഇവരിങ്ങനെ ഗ്രാജുവലി അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അവരുടെ ഒരു ലൈഫ് വല്ലാത്ത ഒരു ഒട്ടും എന്തൂസിയാസ്റ്റിക് അല്ലാത്തൊരു മാനറിലേക്ക് വരുമ്പം ദേ നീഡ് സംതിങ് ടു ബൂസ്റ്റ് ദംസെൽസ്. അപ്പോൾ അതിന് ഓരോരുത്തർ ഓരോന്നായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ചിലരത് ഓൺലൈൻ ഗെയിംസിൽ കണ്ടെത്തുമ്പം, ചിലരത് ഡ്രിങ്ക്സിൽ കണ്ടെത്തും, ചിലർ ഡ്രഗ്സിലേക്ക് പോവും, ചിലർ പേഴ്സൺ അഡിക്ഷനിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എനിക്കിനി വേണം, അവരെപ്പോഴും എന്നെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കണം, അവരെന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇളയ കുട്ടി മരിക്കുകയാണെങ്കിൽ മൂത്ത കുട്ടിയോട് ഓവറായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഡിപ്പെൻഡൻസി, അങ്ങനെ തന്നെ ആ കുട്ടിയെ അവരുടെ ബൗണ്ടറിക്കകത്ത് അടക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇളയ കുട്ടി മരിച്ചുപോയി, അപ്പം മൂത്ത കുട്ടിയും കൂടെ നഷ്ടപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് ഒരു ഓവർ ഡിപ്പെൻഡൻസി വരികയാണ്. അപ്പോൾ ആ ഓവർ ഡിപ്പെൻഡൻസി കാരണം ഈ കുട്ടിയെ അവരുടെ വീടിൻ്റെ ഒരു 5 കിലോമീറ്ററിനപ്പുറം എങ്ങോട്ടും വിടില്ല. 40 വയസ്സായിട്ടും വിവാഹം കഴിപ്പിച്ചിട്ടില്ല. ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് ആ ഇളയ കുട്ടിയുടെ പ്രായത്തിനോടൊത്ത രീതിയിലാണ് ഇപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലോസ് ആയിട്ട് എന്തെങ്കിലും കേസ്? യെസ്, ദിസ് ഇസ് എ റിയൽ കേസ്. അതായത് അവരുടെ മൂത്ത കുട്ടി മരിച്ചുപോയി, അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ജനിച്ചു. ഈ കുട്ടിയെ ഇവർ ഓവർ ഡിപ്പെൻഡൻ്റ് ആണ് ഈ കുട്ടിയോട്. അതായത് മറ്റേ കുട്ടി നഷ്ടപ്പെട്ടു പോയതുപോലെ ഈ കുട്ടിയും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആൻസൈറ്റി കാരണം ഇവർക്ക് ഓവർ ഡിപ്പെൻഡൻസി ഉണ്ടാകുകയാണ്. അപ്പോൾ കുട്ടിയെ ഒരു മുതിർന്ന കുട്ടിയായിട്ട് ഇവരൊരിക്കലും അംഗീകരിക്കില്ല. അതുമാത്രമല്ല, വീടിനകത്ത് ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ അതായത് 15 വയസ്സായി, 20 വയസ്സായി, 30, 40 ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ടു മേക്ക് ഹെർ മാരി, അങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തിനും ഇൻട്രസ്റ്റ് ഇല്ല. ഈ കുട്ടിയും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നൗ ഷീസ് എ ലേഡി, അഡൽട്ട് ലേഡി, 40 years old. അപ്പോഴും വിവാഹവും കഴിച്ചിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇങ്ങനെ വീട്ടിൽ തന്നെ അങ്ങനെ പേരൻസിൻ്റെ ഒരു ഡിപ്പെൻഡൻ്റായിട്ടും തിരിച്ച് ഇവർക്കും ഓവർ ഡിപ്പെൻഡൻസി ആയിട്ടും മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നെങ്കിൽ ഇത് പലതരത്തിലുള്ള ഡിപ്പെൻഡൻസിയിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും, അഡിക്ഷൻസിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഇവർക്ക് ഒന്ന് സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ പോലും എന്തെങ്കിലും ഒന്നൊരു കെമിക്കൽസ് അല്ലെങ്കിൽ അത്തരം ഒരു ഓവർ സ്ട്രെസ്ഡ്, അവരെ ഒരു കാം എന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെല്ലണം, എന്തെങ്കിലും ഒന്ന് അവർക്ക് വേണം. എങ്കിൽ മാത്രമേ അവർക്ക് ലൈഫിനെ സ്വയം ആ ഇനീഷ്യേറ്റീവ് എടുക്കാൻ, എന്തൂസിയാസ്റ്റിക് ആകാൻ ഈ തോട്ട്സ് അവരെ ഒരിക്കലും സമ്മതിക്കില്ല. ഇങ്ങനെ എപ്പോഴും അവരെ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കും. യു ആർ റെസ്പോൺസിബിൾ, വൈ ദിസ് ഹാപ്പൻ ടു മീ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ വീണ്ടും ട്രോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്കും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന കണ്ടീഷനിലേക്കും മാറിപ്പോകും. ഇറ്റ്സ് ലൈക്ക് എ ബ്ലാക്ക് ഹോളിലെ നമ്മളതിലേക്ക് വീണാണെങ്കിൽ വീണുകൊണ്ടേയിരിക്കും. അഡിക്ഷൻ പേഴ്സൺ ആവാന്ന് പറഞ്ഞു. സോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ ദാറ്റ് ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലാണ്, വി ഹാവ് സീൻ ലോട്ട് ഓഫ് റിലേഷൻഷിപ്പ് ലൈക്ക് ടോക്സിക് ആയിട്ട് ആൻഡ് ഓൾസോ റെഡ് ഫ്ലാഗ്സ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ കുറച്ച് പേർക്ക് അവയർനെസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു
ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇതിലിപ്പോൾ ഹസ്ബൻഡ് നമുക്ക് ഭയങ്കര ടോക്സിക് ട്രേറ്റ് ആണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്ന് വിചാരിക്കൂ, എങ്ങനെ ആ വിമൻ അതിൽ നിന്ന് സഫർ ചെയ്യും, എന്തൊക്കെ രീതിയിൽ സഫർ ചെയ്യും, പിന്നെ എങ്ങനെ അതിന് പുറത്തേക്ക് കടക്കാം? ഓക്കെ, ഇത് റിലേഷൻഷിപ്പുകളിൽ ഇന്ന് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ 2 കൈൻഡ് ഓഫ് എക്സ്ട്രീമിറ്റീസ് ആണുള്ളത്. അപ്പോൾ ആ എക്സ്ട്രീമിറ്റീസ് എന്താണെന്ന് വെച്ചാൽ, എയ്തർ എനിക്കൊരു ഇന്നർ കണക്ഷൻ ഇല്ല, ഒരു ഇന്നർ കണക്ഷനും ഉണ്ടാക്കാൻ പറ്റത്തില്ല, കൈൻഡ് ഓഫ് സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ അതിന് പറയും. അപ്പോൾ സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഒരിക്കലും ഒരു ഇന്നർ കണക്ഷൻ ഇല്ല. അപ്പം ഇൻഡിവിജ്വലിസമാണ് അവിടെ പ്രയറായിട്ട് നിൽക്കുന്നത്. എനിക്ക് വിശക്കുമ്പോൾ കഴിക്കണം, എനിക്ക് സെക്സ് വേണ്ടപ്പോൾ ചെയ്യണം, ഇങ്ങനത്തെ ഉള്ള ഒരു സെൽഫ് കോൺസെപ്റ്റ് മാത്രമേ അവിടെ ഉണ്ടാവൂ. പക്ഷേ കണക്ഷൻ ഉള്ളതുപോലൊക്കെ ഭാവിക്കും തുടക്കത്തിൽ. പക്ഷേ ആ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും ദർ ഈസ് നോ ഇൻറ്റിമേറ്റ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാവും. അടുത്തൊരു തലം ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു എക്സ്ട്രീമിറ്റിയുടെ ഒരു തലം ഏതാണെന്ന് ചോദിച്ചാൽ, പ്യുവർ ഡിപ്പെൻഡൻസി. ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സ്ലേവറി എന്ന് പറഞ്ഞാൽ, അവനില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, അവളില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. എനിക്കൊരു കേസ് വന്നത്, ആ കുട്ടി അവൻ 22 വയസ്സേ ഉള്ളൂ, ആൻഡ് ഹി വാസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ആ സമയത്തൊരു 36 വയസ്സുള്ളൊരു ലേഡിയുമായിട്ട് റിലേഷൻഷിപ്പിലാണ്. എല്ലാ രീതിയിലുള്ള റിലേഷൻഷിപ്പും, ദേ ഹാവ് ഫിസിക്കൽ ഇൻറ്റിമസി എവറിത്തിങ്. അപ്പോൾ ഈ കുറേ നാളിങ്ങനെ പോയി കഴിഞ്ഞ് ഈ കുട്ടി ഇപ്പോൾ എന്നെ വിളിച്ച്, പയ്യൻ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന് ഇപ്പോൾ ഈ ലേഡി ആളുമായിട്ട് ഡിസ്റ്റൻസ് ഇടുന്നു. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് അഗെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ എക്സ്. ഓക്കെ. അപ്പോൾ ഈ ഡിസ്റ്റൻസിങ് ഇയാളെ കൊണ്ട് ഒരു തരത്തിലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. എന്നോട് ഇങ്ങനെ പറയുന്നത്, മാം ഞാൻ ആളുടെ നമ്പർ തരാം, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ ഓക്കെ ആവും. അപ്പം ഞാൻ കുറച്ച് 1-2 സെഷൻസ് മുന്നോട്ട് പോയപ്പോൾ ആളോട് പറഞ്ഞു, അങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ചല്ല, 9 പ്രാവശ്യം വിളിച്ചാലും ശരിയാകാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് എ പ്യുവർ ഡിപ്പെൻഡൻസ്. ആളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആളൊന്നെന്നെ വിളിച്ചാൽ മതി. എനിക്ക് ഒരു ഡിപ്പെൻഡൻസിയുടെ ഒരു എന്ന് പറഞ്ഞാൽ, എൻ്റെ എല്ലാ കാര്യത്തിലും ആളുടെ ഒരു എസ് വേണം, അല്ലെങ്കിൽ ആളോട് പറയണം, ആളുടെ അടുത്ത് നിന്ന് എനിക്ക് അഷ്വറൻസ് എടുക്കണം, ആൾ കേൾക്കണം, അറ്റ്ലീസ്റ്റ് എന്നെ കേൾക്കുകയെങ്കിലും വേണം. അപ്പോൾ ആളുടെ പ്രസൻസ് ഏതെങ്കിലും രീതിയിലൊക്കെ എനിക്ക് വേണം, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ എ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു വെയിലായാൽ പോലും, എന്നെ വഴക്ക് പറയാനായാലും, നീ കൊള്ളത്തില്ലെന്ന് പറയാനായാലും, ഒരു അനദർ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എക്സാമ്പിൾസ് പറയുമ്പോഴായിരിക്കും കുറേ കൂടെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു ലേഡി, ഫാമിലിയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ആൾ ജോബിലേക്ക് ചെന്ന സ്ഥലത്തെ ബോസുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നു. ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ജെനുവിൻ പേഴ്സണാണ്, ഒത്തിരി ഡ്രമാറ്റിക്കായിട്ട്, ഒത്തിരി പാമ്പറിങ് ആയിട്ട് അങ്ങനെയൊന്നും കൊണ്ട് കിടക്കുന്ന ആളല്ല. ഹീസ് എ ജെനുവിൻ പേഴ്സൺ, അത്യാവശ്യമുള്ളൊരു നല്ലൊരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്നു. പക്ഷേ ആൾക്കത് പോരാ, ഷീസ് ബിറ്റ് ഡ്രമാറ്റിക്, ഒരു സ്ലൈറ്റ് BPD ട്രേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അപ്പോൾ ബോർഡർ ലൈൻ ട്രേറ്റ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവർക്കെന്ന് പറയുന്നത് കുറച്ചൊരു ഡ്രമാറ്റിക്കായിട്ട്, സിനിമാറ്റിക്കായിട്ട് ആ രീതിയിലുള്ള കെയറൊക്കെ വേണം. അപ്പം ഈ റൈറ്റ് പേഴ്സണായിട്ട് തോന്നി ഈ ബോസിനെ. അപ്പോൾ വല്ലാത്തൊരു റിലേഷൻഷിപ്പ്. ഇവരെന്ന് പറയുന്ന റിലേഷൻഷിപ്പിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങ് മോർ ദാൻ ഇമാജിനേഷൻ ആയിരിക്കും, ഒരു സിനിമാറ്റിക് ലെവലിനൊക്കെ അപ്പുറമായിരിക്കും, ഈ ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കും ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ആൾ റിലേഷൻഷിപ്പിലേക്ക് വീണു. അത് ഹസ്ബൻഡ് അറിയുന്നു, കുട്ടിയെ നാട്ടിലേക്ക് വിടുന്നു. നാട്ടിലേക്ക് വിട്ട് കഴിഞ്ഞൊരു അവരുടെ മാരീഡ് റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി പോയി. എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ലേഡി മനസ്സിലാക്കുന്നത് ദിസ് ഈസ് എ ഫാൻറ്റസി ഉള്ളി എന്നുള്ളത്. എന്താ ഈ ബോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആളുടെ ത്രോബ്സ് മുഴുവൻ ഇവളുടെ അടുത്തേക്ക് എടുക്കുകയാണ്. ത്രോബ്സ് ഇൻ ദ സെൻസ് ഇമോഷണൽ ത്രോബ്സ്. അവൻ്റെ ഫ്രസ്ട്രേഷൻസും അവൻ്റെ എന്ന് പറഞ്ഞാൽ, റിയലി ആൾ എന്നോട് പറഞ്ഞു, മാം എന്നെ നോക്കിയിട്ട് ചില സമയത്ത് നീ ഒരു സെക്സ് വർക്കർ അല്ലേടി എന്ന് വിളിക്കും. എന്നാലും 2 ദിവസം ഞാൻ വിചാരിക്കും, എന്നെ ഇങ്ങനെ ഇത്രയും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ എനിക്കിനി ഒരു ലൈഫ് വേണ്ട, ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കും. ഡിപ്പെൻഡൻസി. അവൻ വിളിക്കത്തില്ലായിരിക്കും, പക്ഷെ അവനറിയാം ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കും. ആൻഡ് ഇതിനകത്ത് സാഡസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഹസ്ബൻഡ് കെയിം ബാക്ക്
പറഞ്ഞു ഞാനെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്, നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം, കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ആൾ എന്നോട് പറയുന്നത് മാം ഐ മീൻ 50-50 കോൺഫ്ലിക്റ്റ്. ഹസ്ബൻഡ് എന്നോട് ഇപ്പോൾ പറയുന്നു ഞങ്ങൾക്കൊരു പുതിയ ജീവിതം, എൻ്റെ കുഞ്ഞിനെ നല്ലൊരു അമ്മയായിട്ടിരിക്കണം, നല്ലൊരു വൈഫാകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അതിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ ട്രോമയാണെന്ന് എനിക്കറിയാം, എന്നെ ഒട്ടും എന്താ പറയുന്നത് നല്ലതുപോലെ അല്ല ട്രീറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിതിനകത്ത് നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. ദിസ് ഈസ് പ്യുവർ ഡിപ്പെൻഡൻസി. അപ്പോൾ ഈ 2 എക്സ്ട്രീംസിലാണ് ഇന്ന് നമ്മുടെ റിലേഷൻഷിപ്പുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മീഡിയം ലെവൽ ഓഫ് മീഡിയോക്രിറ്റി, ഒരു ബാലൻസിങ്, ഇമോഷണൽ ബാലൻസിങ് ഇതില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ട്രോമ ബോണ്ടിലാണെങ്കിലും എനിക്ക് അങ്ങോട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഞാനിങ്ങനെ എന്നെ തന്നെ ഹാം ചെയ്ത് എൻ്റെ പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൽഫ്ലെസ് ആയിട്ട് എയ്തർ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ഇൽനെസ്, അല്ലെങ്കിൽ ഈ പേഴ്സണിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാലും ഞാൻ അടുത്ത പേഴ്സണിലേക്ക് ചെന്ന് വീഴും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ അടുത്തതിലേക്ക് പോകും. അപ്പോൾ ദീസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഒരിടത്ത് പ്യുവർലി ഡിറ്റാച്ച്മെൻറ്റ്, ഇൻഡിവിജ്വലിസം മാത്രം, മറ്റേ സൈഡിൽ ഡിപ്പെൻഡൻസി, അത് ട്രോമാറ്റിക്കായി മാറുന്നു. അങ്ങനെ ഈ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത ഇൻഡിവിജ്വലിസവും പ്രശ്നമാണ്. അതെ, അവർക്ക് ഒരാളുമായിട്ടും കണക്റ്റ് ആവാൻ പറ്റത്തില്ല. അടുത്ത് നിൽക്കുന്ന ആളെ കണക്റ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഇവർ ഫിസിക്കലി വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും. എവ്രിതിങ്, നീ കാർഡ് വെച്ചോ, ഷോപ്പ് ചെയ്തോ, നിനക്ക് വേണ്ടുന്ന എന്താ സാധനം എടുത്തോ, പക്ഷെ ഒരിക്കലും എന്നോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഇമോഷണൽ സപ്പോർട്ടോ ചോദിക്കരുത്. ഈ ഇമോഷണൽ സപ്പോർട്ട് ചോദിക്കരുതെന്ന് പറയുമ്പോൾ ലൈക്ക് അവരത് ഫിയർ ചെയ്യുന്നില്ലേ? ബിക്കോസ് മേ ബി they lack that emotional connection with in their childhood or something. ആ ഒരു പേടിയും കൊണ്ടാവില്ലേ ചിലപ്പോൾ? അത് പല കാരണങ്ങളുണ്ട് പൂജ, ഒരു കാരണം കൊണ്ട് മാത്രമല്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ചൈൽഡ്ഹുഡിൽ ഒരു ആൻഷ്യസ് അവോയ്ഡൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവർ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരു എന്തെങ്കിലും ട്രോമാറ്റിക് ഇവൻറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയതായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ പോലുള്ള ഹോർമോണൽ ഇംബാലൻസസും ഉണ്ടാവാം, മൾട്ടിപ്പിൾ റീസൺസ് ആവും. പക്ഷെ അവർക്കതിൻ്റെ ആവശ്യമില്ല. അവർക്കെപ്പോഴും ജസ്റ്റ് ഔട്ടർ സർക്കിൾ വരെയുള്ള റിലേഷൻഷിപ്പ് മതി. അവിടെ അവരെല്ലാം അവർ ബെസ്റ്റായിരിക്കും. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം, വീട്ടുകാർ ഇൻ ദ സെൻസ് ഒരു ജസ്റ്റ് നമ്മുടെ ഇന്നർ സർക്കിളിൻ്റെ തൊട്ടുള്ള ഔട്ടർ സർക്കിൾ വരെ നല്ല ആളുകളായിരിക്കും, വളരെ നല്ല ആളുകളായിരിക്കും. ചില വൈഫൊക്കെ എന്നോട് വന്നിട്ട് പറയാറുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, ഞാനുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലയെന്ന് എൻ്റെ സ്വന്തം അമ്മയോട് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അമ്മയുടെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് വിളിക്കും, കേക്കും വാങ്ങിച്ചുകൊണ്ട് അവിടെ ചെല്ലും, കേക്ക് കട്ട് ചെയ്യും. മനസ്സിലായി? അപ്പോൾ അവരെങ്ങനെ മനസ്സിലാക്കും എന്നോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ? ഇവർക്ക് എങ്ങനെ മനസ്സിലാവും? അതൊക്കെ നിൻ്റെ തോന്നലാന്ന് പറയും. ഇപ്പോൾ ഇത് കേട്ടപ്പോഴാട്ടോ, ഇപ്പം എൻ്റെ ചുറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സ് ആയാലും, ഇപ്പോൾ വൺ ഓഫ് എ ഫ്രണ്ട് ലൈക്ക് ഒരുപാട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമുക്ക് 1-2 ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ ഫോൾ ഇൻ ലവ്, അഗൈൻ ബ്രേക്കപ്പ്, അതൊക്കെ കഴിഞ്ഞിട്ട് വരുമായിരിക്കും. പക്ഷേ ഇത് മൾട്ടിപ്പിൾ ഒരു 8-10 ടൈംസ് ഒക്കെ നമ്മളൊരു ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, വീണ്ടും ബ്രേക്കപ്പ് ആവുന്നു. ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് ഗുഡ് ആക്ച്വലി. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനത്തെ റോങ് ആൾക്കാരായിട്ട് ഈ റോങ് മാഗ്നറ്റ്സിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് പോലും വീണ്ടും അതിലേക്ക് ചാടും, പക്ഷേ വീണ്ടും പഠിക്കില്ല, വീണ്ടും ചാടും, വീണ്ടും പഠിക്കില്ല, അങ്ങനത്തെ. ആൻഡ് സംടൈംസ് ഓൾസോ ലൈക്ക് തിങ്ക് ദാറ്റ് ചില മോസ്റ്റ് ഓഫ് എ വിമൻ അല്ലെങ്കിൽ ഗേൾസ്, അങ്ങനെ തന്നെ പറയാം, ഗേൾസ് വിൽ അട്രാക്ട് ടു ടോക്സിക് ട്രേറ്റുള്ള മെൻ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ഉള്ള കാര്യമാണോ? ഡെഫിനറ്റ്ലി അങ്ങനെ ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റീസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരു ഫാൻറ്റസി വേൾഡ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റിവെഞ്ച്, സാഡിസം എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് അവർ സ്റ്റേബിൾ അല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർ ഒരിക്കലും ഇമോഷണലി സ്റ്റേബിൾ അല്ല. EUPD എന്ന് പറയും, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, EUPD. അപ്പോൾ ആ അൺസ്റ്റെബിലിറ്റി ഇവരെ റിലേഷൻഷിപ്പിലും ഒരിക്കലും സ്റ്റേബിൾ ആക്കത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയത്തില്ലേ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നും. അപ്പോൾ ഇവിടെ നിൽക്കുമ്പം തോന്നും അവിടെയാണ് നല്ലത്, അവിടെ നിൽക്കുമ്പോൾ തോന്നും മറ്റടുത്താണ് നല്ലത്. അപ്പോൾ ഒരേ സമയം ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ എവിടെ സക്സസ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷൻ പോലെ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇവരെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും. പക്ഷേ സം സോർട്ടിൽ ഇവരിതിനെ അങ്ങ് എൻജോയ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പം ആ തരത്തിൽ എൻജോയ്മെൻറ്റിലേക്ക് പോകുന്നു. പക്ഷേ ആ എൻജോയ്മെൻറ്റ് പ്യുവർലി എന്ന് പറഞ്ഞാൽ ഒരു മൊമെൻ്ററിയാണ്.
മൊമെൻ്ററി എൻജോയ്മെൻറ്റ്, ദാറ്റ് ഈസ് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് എന്ന് അവർക്ക് തോന്നുമെങ്കിലും അത് റിയൽ ഹാപ്പിനെസ് അല്ല. അപ്പോൾ ആ മൊമെൻ്ററി ഹാപ്പിനെസ്സിന് വേണ്ടി മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്തു നോക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റേഷൻ മാത്രമാണത്. അത് അവർക്ക് അറിയാമെങ്കിലും ഇത് വീണ്ടും 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 ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നെഗറ്റീവ് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അവർക്കൊരു റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് എപ്പോഴും ഒരു കൈൻഡ് ഓഫ് കുറച്ചുകൂടെ അതിനകത്ത് മസാലാസൊക്കെ ആഡ് ചെയ്ത് ഗിമിക്സൊക്കെ ഇട്ട് അത് കുറച്ച് പറയുന്നത് ഭയങ്കര അങ്ങ് ഡ്രമാറ്റിക്കാക്കി ചെയ്യുമ്പോൾ മാത്രമേ ഇവരുടെ ബ്രെയിൻ ഇത് അക്സെപ്റ്റ് ചെയ്യൂ. ഈ ഡിപ്പെൻഡൻസിയും ഈ പറയുന്ന ട്രോമ ബോണ്ടിങ്ങും ഒക്കെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെ ആക്ച്വലി റിക്കവർ ചെയ്യാം? വാട്ട് ഓൾ സ്റ്റെപ്സ്? ഒറ്റ വഴി പറയുകയാണെങ്കിൽ, ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ, ബിക്കം ഇമോഷണലി സ്റ്റേബിൾ. ദാറ്റ്സ് എ ഹ്യൂജ് വേർഡ് ആക്ച്വലി. ഇമോഷണലി സ്റ്റേബിൾ ആകാമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിലായാലും എവിടെയും നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും. അതർവൈസ് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഇല്ല. അപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ചില സമയത്ത് ഞാൻ വളരെ പീപ്പിൾ പ്ലീസിങ് ആകും. ചില സമയത്ത് എനിക്ക് ഒട്ടും ഡിറ്റർമിനൻ്റ് ആകാൻ പറ്റത്തില്ല, ഒട്ടും അസർട്ടീവ് ആവാൻ പറ്റത്തില്ല. എൻ്റെ ലൈഫ് സ്കിൽസിനെ എല്ലാം ഇത് അഫക്റ്റ് ചെയ്യും. ലൈഫ് സ്കിൽസിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ പെരുമാറേണ്ടി വരുമ്പോൾ ഞാൻ അവിടെയും എസ് പറയും, ഇവിടെ എസ് പറയും, അവിടെ നോ പറയാൻ പറ്റത്തില്ല, ഇവിടെ നോ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കാണുന്നതെല്ലാം എടുത്തു പിടിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തും. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇമോഷണലി സ്റ്റേബിൾ ആകുക. ഇപ്പോൾ ഈ ഇമോഷണലി സ്റ്റേബിൾ ആണെന്ന് നമുക്ക് ഇത്രയും ഒരു വേർഡ് പറയുന്ന പോലെ അത്ര ഈസി അല്ല ചെയ്യാൻ. ഒരിക്കലും. സോ ഹൗ വി വിൽ ബിക്കം ലൈക്ക് ഇമോഷണലി സ്റ്റേബിൾ? ഇമോഷണലി സ്റ്റേബിൾ ആകുക എന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഇമോഷൻസ് എന്താണെന്ന് എനിക്ക് അവെയർനെസ് ഉണ്ടാവണം. ഏത് കൈൻഡ് ഓഫ് ഇമോഷനിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്? ചിലർക്ക് സാഡ്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, ചിലർക്ക് ഹാപ്പിനെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ക്ലട്ടേർഡായിട്ട് കിടക്കും ഇവർക്ക്. ഇപ്പോൾ നമ്മുടെ വാർഡ്രോബ് ക്ലട്ടേർഡായി കിടക്കുക, അതിനകത്തുനിന്ന് എനിക്കൊരു കർച്ചീഫ് എടുക്കണം, മൊത്തം ഞാൻ പുൾ ഔട്ട് ചെയ്യണം അല്ലേ, എന്നാലേ എനിക്ക് ആ കർച്ചീഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റൂ. അതേസമയം അത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചേക്കുവാണെങ്കിലോ, ജസ്റ്റ് ഓപ്പൺ ആൻഡ് ഐ വിൽ പിക്ക് ദാറ്റ് കർച്ചീഫ് എന്ന് പറയുന്ന പോലെ എൻ്റെ തോട്ട് പാറ്റേൺസും എൻ്റെ പേഴ്സ്പെക്റ്റീവ്സും എല്ലാം ഭയങ്കര ക്ലട്ടേർഡായിട്ട് കിടക്കുവാണെങ്കിൽ എനിക്ക് ഇമോഷണലി ഞാൻ സ്റ്റേബിൾ ആകത്തില്ല. അതൊരു ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊരു വളരെ നല്ല രീതിയിൽ എൻ്റെ തോട്ട് പാറ്റേൺസും എൻ്റെ ഫീലിങ്സും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എൻ്റെ ഫീലിങ്സും അതിനോടുള്ള അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണല്ലോ നമുക്ക് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാകുന്നത്. പേഴ്സ്പെക്റ്റീവ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം വളരെ സ്ട്രക്ചേർഡ് ഫോമാറ്റിലാണെങ്കിൽ ഞാൻ ഇമോഷണലി സ്റ്റേബിൾ ആണെന്ന് പറയാം. ലൈക്ക് ആക്ച്വലി അറേഞ്ചിങ് എ വാർഡ്രോബ്. അറേഞ്ചിങ് വാർഡ്രോബ്. അത് നമ്മൾ ഈ വാർഡ്രോബ് അറേഞ്ച് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ആൻ എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ എപ്പോഴും നമുക്കങ്ങ് അടുക്കി വെക്കാനൊന്നും പറ്റത്തില്ല. അതിന് ശ്രമിക്കുമ്പോൾ അങ്ങ് അടുക്കി വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, OCD ആയിട്ടും അതുപോലെ തന്നെ പെർഫെക്ഷനിസം ഒക്കെ ആയിട്ടും സോർട്ട് ഓഫ് പെർഫെക്ഷനിസം നേച്ചറായിട്ടൊക്കെ മാറുന്നു. അത്രയും അടുക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് അങ്ങ് കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് പറയാനും പറ്റത്തില്ല, എന്നാൽ അങ്ങേയറ്റം ക്ലട്ടേർഡ് ആവാനും പാടില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബാലൻസിങ്. ബാലൻസിങ് എന്നുള്ള വാക്കാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാം അക്കോമഡേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൽ ആ ബ്രേക്കപ്പിന് കിട്ടുന്ന ആ ഒരു ഹാങ് ഓവറോ അല്ലെങ്കിൽ ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അടുത്ത റിലേഷൻഷിപ്പിലാവുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് നടക്കുന്നതും അതുപോലെ തന്നെ അങ്ങനെ ഒരാളെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്നൊരു സ്ത്രീക്ക് മനസ്സിലാവാൻ എങ്ങനത്തെ ആളെ? അതായത് ഇങ്ങനെ ഓൾറെഡി ഒരു ട്രോമ കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു ട്രോമ ബോണ്ടിങ് ആണ് ആക്ച്വലി എന്നൊരു സ്ത്രീക്ക് മനസ്സിലാവണമെങ്കിൽ എന്തൊക്കെ ക്യാരക്ടർ കണ്ടാലാണ് അത് മനസ്സിലാവാൻ പറ്റുക? ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ ഇത് സംഭവിക്കുന്ന പേഴ്സൺസ് ആരാന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ളവരാണ്. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസിനെ അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ദേ ഓൾവേസ് നീഡ് എ സപ്പോർട്ട്. ദാറ്റ് മീൻസ് ഇമോഷണൽ ലെവലിൽ അവരൊരു പ്ലാന്റോ ട്രീയോ അല്ല, ദേ ആർ ക്രീപ്പേഴ്സ്.
അപ്പോൾ എപ്പോഴും അവർക്ക് പടർന്നു കയറാൻ ഒരു വടവൃക്ഷം വേണം, ഇല്ലാതെ അവർക്ക് തറയിൽ കിടന്ന് ജീവിക്കാൻ പറ്റില്ലല്ലോ. ആൻഡ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ വടവൃക്ഷം കിട്ടി, ഒരാളിപ്പം എനിക്ക് തരുന്നില്ല ഒന്നും, എനിക്ക് വേണ്ടുന്ന വൈറ്റമിൻ ന്യൂട്രിയൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ ട്രീസ് വളരെ മോശമാണ്, അപ്പോൾ ഞാൻ അടുത്ത ട്രീ തേടും. അപ്പോൾ അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഐ നീഡ് ദ സപ്പോർട്ട്. എനിക്ക് ഇമോഷണലി ഒന്ന് നിൽക്കണമെങ്കിൽ, എനിക്കൊന്ന് നേരെ നിൽക്കണമെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് വേണം. കാരണം എൻ്റെ കാൽ ഒടിഞ്ഞിരിക്കുകയാണ്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, എന്നെ എപ്പോഴും ക്യാരി ചെയ്യണം. സോ എനിക്ക് ക്യാരി ചെയ്യാൻ ആൾ വേണ്ടേ? ഒരു നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ BMW വിത്ത് മീ, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് അറിയാവുന്ന ഒരാളെ കിട്ടുമ്പോൾ ഞാൻ ആളോട് ഭയങ്കര ഡിപ്പെൻഡൻ്റായി മാറുന്നു. ആൾ പോവല്ലേ, ഈ ആൾ പോകുമ്പോൾ എൻ്റെ വണ്ടി അവിടെ ഓഫായി. അപ്പോൾ അടുത്ത് എനിക്ക് വീണ്ടും യാത്ര ചെയ്യണമെങ്കിൽ അടുത്ത ആൾ കയറിയിരുന്നെങ്കിലേ പറ്റൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്ത ഓരോ ആൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. മിക്കവാറും ഈ സമാധാനിപ്പിക്കാൻ വരുന്നവരോട് തന്നെ റിലേഷൻഷിപ്പ് ആകുന്ന ഒരുപാട് കേസസ് കണ്ടിട്ടുണ്ട്. പിന്നെ അത് അടുത്തൊരാൾ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഉള്ള റിലേഷൻഷിപ്പ്, ഇപ്പോൾ അവരുടെ ഒരു ഡിപ്പെൻഡൻസി കാരണമാണ്, മീൻസ് അവരുടെ ഒരു ട്രോമയെ ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് എന്നോട് റിലേഷൻഷിപ്പിലാകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ 24/7 ബേസിസിൽ നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട് ചോദിക്കും. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല. അവരെപ്പോഴും പറയും, എനിക്ക് നിങ്ങളുടെ ഒരു കെയർ, പ്രസൻസ്, ഈവൻ ദോ ഉറങ്ങുമ്പോൾ പോലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യണമെന്നുള്ളൊരു കണ്ടീഷനായിരിക്കും. കാരണം പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യണമെന്ന് മാത്രമല്ല, ഇവരുടെ ഒരു ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് അതർ പേഴ്സൺ, എന്നോട് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ആൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് മീ ഇമോഷണലി വെൽ. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഒരു കാലത്തും നടക്കുന്ന കാര്യമല്ല. പെറ്റമ്മയ്ക്ക് പോലും ചെയ്യാൻ പറ്റില്ല. ഒരു പോയിന്റ് വരെ ചെയ്യാൻ പറ്റും. അമ്മമാരോട് ഡിപ്പെൻഡൻസി ഉള്ളവരുണ്ട്. കാരണം ഈ അമ്മയ്ക്ക് അറിയാം, മുഖം പോകുമ്പോൾ അറിയാം കുട്ടി എന്താണ് ഇമോഷൻ സ്റ്റേറ്റസിൽ, അല്ലെ അതവർ വളർന്നാൽ പോലും അറിയാം. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈം എത്തുമ്പോൾ അമ്മയ്ക്ക് പോലും പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്രിപ്പിൾഡ് ചൈൽഡിനെ അമ്മയ്ക്ക് 2 ഇയേഴ്സിലും 4 ഇയേഴ്സിലും 6ലും നന്നായിട്ട് എടുത്തുകൊണ്ട് കിടക്കാം. ഈവൻ 2ലും 4ലും ഈ കുട്ടി ക്രിപ്പിൾഡ് ആണെന്ന് പോലും ആരും അറിയില്ല. ഈ അമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്, സ്നേഹമുണ്ട്, 10 വയസ്സിലും പറ്റും. ദെൻ വാട്ട് അബൌട്ട് 17 and 27? Is it possible? No. സെയിം ലൈക്ക് നമ്മൾ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയേ മതിയാകും. അവിടെയാണ് ഇന്നത്തെ ജനറേഷന് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത്. ഇമോഷണൽ ഇൻഡിപെൻഡൻസി ഉണ്ടാകുന്നില്ല, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നില്ല, ഇമോഷണൽ ഹെൽത്ത് ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കോട്ട് പോലെ ഇപ്പം ആൾക്കാർ പറയുന്ന കാര്യമാണ്, അതായത് ആൺപിള്ളേരെന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആൾക്കാരും പെണ്ണുങ്ങളാണ് ആക്ച്വലി ഇമോഷണലി കുറച്ചും കൂടെ ഫിറ്റായിട്ടുള്ള ആൾക്കാരെന്നുള്ളത്. ആൻഡ് അത് എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? അങ്ങനെയാണോ ശരിക്കും? അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമുക്ക് അതിനെ ഇങ്ങനെ ഫാക്ട് ബേസിൽ നോക്കുമ്പോൾ അതിന് പല കോൺട്രഡിക്ടറി ആയിട്ടുള്ള അതിന് ഫാക്ടേഴ്സ് വരും. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. കൾച്ചറൽ ഇൻഫ്ലുവൻസ്, ബ്രോട്ടപ്സ്, അല്ലെങ്കിൽ അവരുടെ ഹോർമോണൽ. ഇത് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് ഈസിയാണ്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഇമോഷൻസിനെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിൻ്റെ റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ തമ്മിലുള്ള കണക്ഷൻസ് സ്ത്രീകൾക്കാണ് കൂടുതൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മെയിലിലേക്ക് വരുമ്പോൾ അവർക്ക് ഹെമിസ്ഫിയറിനകത്തുള്ള കണക്ഷനാണ് ഏറ്റവും നല്ലത്. അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. എന്താ പറയുന്നത്, ഒരു കാര്യത്തിനകത്ത് തന്നെ അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമാണ്. 2 കാര്യങ്ങളെ ചേർത്ത് പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമല്ല എന്ന് പറയും. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയും, ബോത്ത് മെൻ ആൻഡ് വിമൻ ആർ അഫക്റ്റഡ്. 2 കൂട്ടരും അഫക്റ്റഡ് ആണ്. ഇനി അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, വെൻ ഇറ്റ് കംസ് ടു സൂയിസൈഡ് റേറ്റിലൊക്കെ വരുമ്പം, എസ്പെഷ്യലി കേരള ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ലാസ്റ്റ് ഇയറിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 80 മെന്നാണ് ഔട്ട് ഓഫ് 100 സൂയിസൈഡ് ചെയ്യുന്നത്. 20 വിമൻ സൂയിസൈഡ് ചെയ്യുമ്പം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ പറയും കൂടുതലും നമ്മളുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആണ്, നമ്മളുടെ ബ്രോട്ടപ്പാണ് അതിൻ്റെ ഒരു കാരണം. പുരുഷൻ കരയാൻ പാടില്ല, ആണുങ്ങൾ കരഞ്ഞാൽ മോശം, ആണ് തുറന്ന് പറയാൻ പാടില്ല, നീ ആണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ മാറേണ്ട സമയം എപ്പോഴേ ആയിക്കഴിഞ്ഞു. ഇനി ഇത് മാത്രമല്ല, ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ചും കൂടെ വിഷയമുണ്ടെന്ന് പറയാനുള്ള കാരണം, ഈ ഒരു സ്കില്ല് നമുക്ക് ഇരിക്കെ തന്നെ നമുക്ക് വേറൊരു വീക്ക്നെസ് കൂടെ ഉണ്ട്. ഇൻ ദ സെൻസ് നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ്. എവ്രി മന്ത് നമുക്ക് ഒരു ഞാൻ പറയും 10 ദിവസം നമ്മൾ നല്ലതാണെങ്കിൽ അടുത്ത 10 ദിവസം നമ്മൾ വളരെ മോശമാണ്.
മനസ്സിലായി എന്ന് പറയുന്ന ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് നമുക്കുണ്ട്. അപ്പോൾ അത് പ്ലസ് നമ്മളുടെ ഇന്നത്തെ സ്ത്രീകളുടെ മേളിൽ വന്നിരിക്കുന്ന വൺ മോർ റെസ്പോൺസിബിലിറ്റി, കരിയർ. നേരത്തെ ഞാൻ പറയും സ്ത്രീകൾ 3 C ആയിരുന്നു: കുക്കിംഗ്, ക്ലീനിങ്, കെയറിങ്. ഇന്ന് ഒരു സിയും കൂടെ കിട്ടി, കരിയർ. അപ്പോൾ ഈ 4 Cക്കകത്ത് നമ്മളിങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ 4 Cയും നന്നായിട്ട് ചെയ്യണം. എന്നാൽ നമുക്കൊരു വേണ്ടത്ര സപ്പോർട്ട് സിസ്റ്റം ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണുന്ന ഭൂരിഭാഗം അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ കടന്നു പോകുന്ന ഒരു ഡിപ്രഷനിലൂടെ ആയിരിക്കും. ആൻഡ് ഇപ്പോൾ എനിക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് അറിയുന്നത് ഓക്കെ, ദെൻ വി ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് ദ പ്രോസസ്സ്. നമുക്കത് ഹെൽപ്പ് ചോദിക്കാം. എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ലയോ ഞാൻ എങ്ങനെ അറിയാം? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും സാഡ്നെസ്സിനെയും ഡിപ്രഷനെയും തമ്മിൽ തെറ്റിദ്ധരിക്കാറുണ്ട്. സാഡ്നെസ് ഈസ് നോട്ട് ഡിപ്രഷൻ. സാഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വികാരമാണ്. കാരണം എൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു സാധനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്നോട് ഫ്രണ്ട് ഇന്ന് മിണ്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യം പോലും നമ്മളെ സാഡാക്കും. പക്ഷേ സാഡ്നെസ്സും ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം, സാഡ്നെസ് വിൽ ഗോ ഈസിലി. അടുത്തൊരു കോൾ വരുമ്പോഴത്തേനും നമ്മളത് കുറച്ച് വിട്ടു, അടുത്ത ദിവസം ആകുമ്പോഴത്തേനും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോയി. പക്ഷേ ഡിപ്രഷൻ എന്ന് പറയുമ്പം ഒരു 2 വീക്സോളം ഇത് എന്നെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. 2 വീക്സിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് വിടത്തില്ല, പോകത്തും ഇല്ലെന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ ഡെയിലി റുട്ടീൻ ലൈഫിനെ സംഭവം അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ചിലപ്പോൾ പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഡിപ്രഷൻ്റെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, പണ്ടായിരുന്നു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്കിടപ്പ്, ആഹാരം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, കുളിക്കില്ല എന്നൊക്കെയുള്ള. ഇന്ന് പല ക്ലയൻസിൻ്റെ അടുത്തേക്ക് ഞാൻ അസസ്മെൻറ്റിന് ശേഷം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അസസ്മെൻറ്റിന് ശേഷം റിപ്പോർട്ടുമായിട്ട് ചെല്ലുമ്പം യു ആർ അണ്ടർ സിവിയർ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ, ഞാനോ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നുണ്ട്, എനിക്ക് സിവിയർ ഡിപ്രഷനോ? ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഡിപ്രഷൻ്റെ ഒരു രീതി എന്ന് ചോദിച്ചാൽ, പുഷും പ്രോംപ്റ്റും ഉള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്യും. ജോലിക്ക് പോയില്ലേ എൻ്റെ ജോലി തെറിക്കും, അടുത്ത മാസത്തെ EMI അടയ്ക്കാൻ പറ്റത്തില്ല, അപ്പോൾ അത്രയും പുഷുള്ള കാര്യം ഞാൻ ചെയ്യും. പക്ഷേ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മെക്കാനിക്കൽ അഡിക്റ്റായിരിക്കും ചെയ്യുന്നത്, നോട്ട് ഇൻ എ മൈൻഡ്ഫുൾ വേ. മൈൻഡ്ഫുൾ ആകാനേ പറ്റത്തില്ല. ചായ കുടിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ കുടിക്കേണ്ടതുകൊണ്ട് അങ്ങ് കുടിക്കുന്നു. എൻ്റെ റുട്ടീൻ അതായതുകൊണ്ട്, സൂര്യൻ ഉദിക്കുന്നുണ്ട്, ഞാനങ്ങ് എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകേണ്ടതുകൊണ്ട് പോകുന്നു. ഇങ്ങനെ മെക്കാനിക്കലായിട്ട് നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഒട്ടും ഒരു കാര്യത്തിലും, ഈവൻ ദോ നമുക്ക് നേരത്തെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം, നേരത്തെ എനിക്കൊരു മൂവി കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്, പക്ഷേ ഇതോ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ കാണുന്നു. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം, പക്ഷേ നിർബന്ധിച്ച് അവർ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ സിവിയർ ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്നവരുടെ അവസ്ഥ പോലും ഇന്നിതാ. അപ്പോൾ ഇന്ന് നമുക്ക് പലപ്പോഴും ഇത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒരു 2 വീക്സിൽ കൂടുതൽ നമ്മളുടെ നോർമൽ റുട്ടീൻസിൽ അഫക്റ്റ് ചെയ്യുകയും നമ്മളുടെ എന്തൂസിയാസത്തെ കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഒരു കാര്യം നമ്മളുടെ ഇന്നർ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും പാസ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിപ്രഷൻ. കൂടുതൽ ആൾക്കാർ മടിയാണെന്ന് പറഞ്ഞിട്ട്, അത് മടിയും പ്രൊക്കാസ്റ്റിനേഷനും ഉണ്ട്. ഈ പ്രൊക്കാസ്റ്റിനേഷനെ പലപ്പോഴും നമ്മൾ മടിയായിട്ടാണ് ചിന്തിക്കുന്നത്. പ്രൊക്കാസ്റ്റിനേഷൻ ഒരിക്കലും ലേസിനെസ് അല്ല. ലേസിനെസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് പറ്റത്തില്ല, ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ്, അവർ ചെയ്യത്തേ ഇല്ല, അങ്ങോട്ട് പോകത്തില്ല. ഇതെനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നാളെയായിട്ട് എന്നുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് തോട്ടാത്. ഓക്കെ, അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പം നമുക്ക് ലോങ് ടേമിൽ എന്നെ ഇത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എന്തൂസിയാസ്റ്റിക് ആകാൻ പറ്റത്തില്ല. അത് നോക്കിയിട്ട് ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ചിലർക്കതൊരു പെറ്റ് ചത്തുപോയാൽ പോലും അവർക്ക് അഫക്റ്റ് ആവും. അപ്പോൾ ഒരു പെറ്റിനെ ഓർത്ത് 2 മാസം കഴിഞ്ഞിട്ടും വേദനിച്ചുകൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. അതെനിക്ക് പലപ്പോഴും ഫുഡ് കഴിക്കാൻ നേരം എനിക്ക് ഓർമ്മ വരിക, എനിക്ക് ഉറക്കത്തിൽ ഞാൻ ഉണർന്ന് ഞെട്ടിക്കരയുക. മനസ്സിലായോ? അപ്പോൾ അത് ഡിപ്രഷനാണ്. ഇപ്പം നമ്മൾ ഓവർ വെയ്റ്റ് ആണോ എന്ന് നോക്കാൻ നമുക്കൊരു മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇത്ര ഫാറ്റ് ഉണ്ട്, കാര്യങ്ങൾ, ഇതിനെല്ലാം ടെക്നോളജി എല്ലാം ഉണ്ട്. വാട്ട് അബൌട്ട് മൈൻഡ്? നമുക്ക് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതിനെല്ലാം നമുക്ക് സൈക്കോളജിക്കലി, ക്ലിനിക്കലി ഉള്ള ടെസ്റ്റസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇങ്ങനെ എന്നെ ഹോണ്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവർ സെൽഫ് റിലേറ്റ് ചെയ്യും, ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ?
ചിലരങ്ങ് തീരുമാനിക്കും ഡിപ്രഷൻ ആയിരിക്കുമെന്ന്, ചിലർ അതൊന്നും ഇല്ലയെന്ന് ഒരു ധാരണയെ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങനെ ഒരു കൺഫ്യൂഷനുണ്ട്. എന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന പോലെ നമുക്ക് സുഖമായിട്ട് വന്നിട്ടൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എടുക്കാം. അത് പക്ഷേ ചെയ്യേണ്ടത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ അവരുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റസ് വെച്ചിട്ട് നോക്കുമ്പം കൃത്യമായിട്ട് നമുക്കിതിനുള്ള ആൻസർ കിട്ടും. അല്ലാതെ നമുക്കിത് സ്വയം അങ്ങോട്ട് എനിക്ക് ഡിപ്രഷനാണെന്നോ എനിക്ക് ആൻസൈറ്റി ആണെന്നോ ഇപ്പം നമ്മൾ സ്വയം പറയുമോ എനിക്ക് ലിവർ സിറോസിസ് ആണെന്നോ? പറയില്ലല്ലോ. ആഫ്റ്റർ എ ടെസ്റ്റ് അത് ഡോക്ടർ എന്നോട് പറയണം. പക്ഷേ എനിക്ക് സിംറ്റംസ് ഫീൽ ചെയ്യുന്നു. സിംറ്റംസ് ഞാൻ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുവാണോ? അല്ലല്ലോ. ഞാൻ സിംറ്റംസ് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ പോയി ടെസ്റ്റ് എടുക്കും. കാരണം അത് ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ അതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണെങ്കിലും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രശ്നം ഇത് സ്റ്റിഗ്മറ്റൈസ്ഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനോടൊരു ഫിയർ ഫാക്ടർ, ദൈവമേ എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മാനസിക രോഗിയെന്ന് മുദ്ര കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകത്തില്ല. പക്ഷേ ഞാൻ പറയും, ആ ടെസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും, അതൊരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഈവൻ മെഡിക്കേഷൻ പോലും ഇല്ലാതെ കംപ്ലീറ്റ്ലി നമുക്ക് ഓക്കെ ആക്കാനായിട്ടും പറ്റും. ഇത് നമ്മൾ മറച്ചു വെക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്ത് പോയി സിവിയർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്കായി കഴിഞ്ഞ് ലൈഫ് ലോങ് മെഡിക്കേഷൻ എടുക്കേണ്ട രീതിയിലേക്കാണ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റസ് ഉണ്ട്. അത് കൃത്യമായിട്ട് അത് ഭയങ്കര എക്സ്പെൻസീവോ ഒരുപാട് സമയം എടുക്കുന്നതോ ഒന്നുമല്ല. ഇറ്റ്സ് 2 or 3 സെഷൻസിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അതെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തിന് ഡിപ്രഷൻ ആണോ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഏതാണ്. ശരിക്കും ഞാൻ പറയും, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാകുമ്പോൾ, ഇന്നൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഞങ്ങൾ രണ്ട് വ്യത്യസ്തരായ പേഴ്സണാലിറ്റീസ് ആയിരിക്കും. ഞങ്ങൾ തമ്മിൽ എങ്ങനെ അടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ വിഷയങ്ങളുണ്ടാകാൻ ചാൻസ് ഉള്ള ഇടങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് സൂപ്പറായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കി ഒരു സജഷൻ എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവും. ഇപ്പം ഞാൻ പൊതുവേ റിലേഷൻഷിപ്പിൽ ഈവൻ ദോ ഐ കോട്ട് മൈ റിലേഷൻഷിപ്പ് ഇറ്റ് സെൽഫ് ലൈക്ക് ഞാൻ ഭയങ്കര ആൾക്കാരായിട്ട് സംസാരിക്കുന്നത്, കുറച്ചുകൂടെ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ. അന്ന് വെച്ചാൽ എൻ്റെ പാർട്ട്ണർ കുറച്ചുകൂടെ ഒന്ന് കാം ആൻഡ് ക്വൈറ്റ് കമ്പോസ്ഡ് ആയിട്ടൊരു ഇൻട്രോവേർട്ട് മൂഡിലാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പം ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാനായിരിക്കും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എന്നാൽ ആൾ നൈസായിട്ട് ഇങ്ങനെ വന്നൊക്കെ ഇരിക്കും. അപ്പോൾ പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആക്ച്വലി ഈസ് ഇറ്റ് ഗുഡ്? അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ രണ്ടുപേർക്കും എന്തെങ്കിലും മെൻ്റലി ആ സ്ട്രെസ്സോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടോ? ഓപ്പോസിറ്റ് പോൾസ് ആർ അട്രാക്റ്റഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ അത് സ്ട്രെസ് ഉണ്ടാക്കുമോ ഗുഡ്നെസ് ഉണ്ടാക്കുമോ എന്നുള്ളത് അവരുടെ ഇമോഷണൽ സ്റ്റേറ്റസ് അനുസരിച്ചാണ് രണ്ടുപേരുടെ. അപ്പോൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകണമെന്നുമില്ല, സെയിം ആയതുകൊണ്ട് നന്നാകണമെന്നുമില്ല. എങ്ങനെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഇമോഷണൽ സ്റ്റേറ്റസ് അവർക്കിതിനെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മോസ്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ഇമോഷണലി അവരുടെ സ്റ്റേറ്റസ് നല്ല ഒരു സ്റ്റേബിൾ പൊസിഷനിലാണെങ്കിൽ ഓപ്പോസിറ്റ് പോൾസ് നല്ല സുന്ദരമായിട്ട് മുന്നോട്ട് പോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ചില ഏരിയാസിൽ എനിക്കിവിടെ പാളിച്ചകളുള്ളപ്പോൾ എൻ്റെ പാർട്ട്ണർ അത് കവറപ്പ് ചെയ്തോളും. അപ്പുറത്ത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള എൻ്റെ ഇൻട്രാ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണർ അത് കറക്റ്റ് ചെയ്തോളും, അല്ലെങ്കിൽ എന്നെ കണക്ട് ചെയ്തോളും. മനസ്സിലായോ? അപ്പോൾ മ്യൂച്വലി അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഇവർ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത ആളുകളും ഓപ്പോസിറ്റ് സ്വഭാവമുള്ളവരും ആണെങ്കിൽ അത് കൂടുതൽ ഡിസ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകും. ഇവർക്ക് കോമൺ ഒരു സ്പേസ് ഇല്ലാതാവും, കോമൺ ഫ്രണ്ട്സ് ഇല്ലാതാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. അത് ഗുഡ് ആവണോ ബാഡ് ആവണോ എന്നെല്ലാം തീരുമാനിക്കുന്നത്. നമ്മളിപ്പം വീട്ടമ്മമാരുടെ കാര്യം എടുത്ത് പറയുമ്പോൾ, അതായത് ഇപ്പോൾ കല്യാണം കഴിച്ച് ചിലപ്പോൾ സ്വന്തം വീട്ടിൽ മിക്ക ആൾക്കാർ സ്വന്തം വീട്ടിലല്ല നിൽക്കുന്നത്, ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നു, പിന്നെ പെട്ടെന്ന് ലൈഫിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ റുട്ടീൻ മാറുന്നു, നമ്മൾ എണീക്കുന്ന സമയം എല്ലാം മാറുന്നു. പിന്നെ ഈ 4 ചുവരുകൾക്കുള്ളിൽ അകപ്പെട്ട ആ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കും ഈ ഡിപ്രഷനും ഈ ആൻസൈറ്റിയും ഈ പാനിക്കാവുന്ന ഈ പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടാവില്ലേ? ഇത് അവരെ എന്ത് ചെയ്താലാണ് അവർക്കതൊരു മറികടക്കാൻ പറ്റുന്ന ഒരു കാര്യം? ഓക്കെ,
പൂജ, നല്ല ചോദ്യം. നമ്മുടെ കൾച്ചർ അനുസരിച്ച് ആഫ്റ്റർ മാരേജ് പെൺകുട്ടി അതുവരെ ജീവിച്ച് വന്ന എല്ലാ എൻവയോൺമെൻറ്റിൽ നിന്നും പുതിയൊരു എൻവയോൺമെൻറ്റിലേക്ക് പോവുകയാണ്. ഇനി ഇപ്പം എൻവയോൺമെൻറ്റിൽ പോകുന്നില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെ താമസിക്കുന്നില്ല, സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുകയാണെന്നിരിക്കട്ടെ. ഇത് രണ്ട് കൂട്ടരെ സംബന്ധിച്ചും ഒരു ന്യൂ ലൈഫാണ്, ഒരു ന്യൂ എൻവയോൺമെൻറ്റാണ്. എസ്പെഷ്യലി ലേഡീസിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കൂടുതൽ ഇൻറ്റു ഹസ്ബൻഡ് ഹൗസ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ അവരുടെ കൂടെ താമസിച്ചില്ലെങ്കിൽ പോലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ പലർക്കും പ്രശ്നമെന്ന് വെച്ചാൽ സ്വിച്ചിങ് അത്ര ഈസി അല്ല ഇന്ന്, റോൾ സ്വിച്ചിങ്. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ ഐ എന്നുള്ള പെർസ്പെക്റ്റീവും എൻ്റെ മീ ടൈമും എൻ്റെ മീ ഹെൽത്തും എൻ്റെ വീടും എന്നെ മനസ്സിലാക്കുന്ന സ്ഥലവും എല്ലാം മാറിയിട്ട് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ ഈ സ്വിച്ചിങ് തന്നെ ഒരു ഡിഫിക്കൽട്ടിയാണ്. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ടത് പാർട്ട്ണറാണ്. പക്ഷേ പാർട്ട്ണർക്ക് പലപ്പോഴും ഇത് മനസ്സിലാകത്തില്ല, കാരണം ആൾ ജനിച്ച് വളർന്ന സ്ഥലത്ത് തന്നെയാണല്ലോ. അവർക്കതങ്ങോട്ട്, എന്നോടൊരു ലേഡി പറഞ്ഞതാണ്, മാരേജ് കഴിഞ്ഞ് 4th ഡേയിൽ ഷീ ഈസ് എന്താ പറയുക വാഷിങ് ഡിഷസ്. അപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ട് റൂമിൽ പോയിട്ട് സൊഫയിലിരിക്കുന്നു. അവർ ഫാദറും മദറും വേറെ ഒരു കസിനും ആരുണ്ട്, ഇവർ വർത്തമാനം പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പം എന്നോട് പറയാണ്, ഐ ആം ദ 4th ഡേ ഹിയർ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പാത്രം കഴുകുന്നു, എനിക്ക് ഭയങ്കര എക്സ്ക്ലൂഡിങ് ഫീലിംഗ് ആയിപ്പോയി, ഞാൻ ഈ ഫാമിലിയിൽ ആരാ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു കസിൻ കുട്ടി വന്നിട്ട് ചോദിക്കുക, അയ്യോ ചേച്ചി തന്നെ നിന്ന് കഴുകാണോ. അതുകൂടെ കേട്ടപ്പോഴത്തേന് ആൾ താഴെ പോയി. കാരണം ഇത്രയും പോലും എൻ്റെ ഹസ്ബൻഡിന് തോന്നിയില്ലല്ലോ, മനസ്സിലായോ. അപ്പോൾ പലപ്പോഴും ഈ പാർട്ട്ണർ ഇത് ശ്രദ്ധിക്കാതെ എന്നാൽ ഈ പാർട്ട്ണർക്ക് വളരെ സ്നേഹം വൈഫിനോട്, മനസ്സിലായോ. ഈ ഒരു മൊമെൻറ്റ് ആൾ വിചാരിക്കുന്നത് നോർമൽ, എൻ്റെ അമ്മ സിംഗിളിൽ നിന്ന് പാത്രം കഴുകത്തില്ലേ, അപ്പോൾ എന്തിനാ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യം എന്താ. ഇയാളിവിടെ ന്യൂ ആണെന്നും ഈ സ്വിച്ചിങ് പ്രോസസ്സിലാണ് ആളെന്നും അവിടെ എൻ്റെ ഒരു നല്ല ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമാണെന്നും ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് അങ്ങനെ ആവശ്യമുള്ള ഒരാളാണോ എന്ന് മനസ്സിലാക്കാനും. അപ്പോൾ ഈ സ്വിച്ചിങ് പ്രോസസ്സ് തന്നെ ഡിഫിക്കൽട്ടാണ്. അവിടെയാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം കോൺഫ്ലിക്ട്സ്, അവിടെയാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പ്രഗ്നൻസി. അപ്പോൾ പ്രഗ്നൻസിയും എൻ്റെ കരിയർ ഇത് കോംപ്രമൈസ് ആക്കാൻ തന്നെ ഒരു സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ അടുത്ത ഒരു ഡെലിവറിയും കൂടെ കഴിയുമ്പോൾ 24/7 ബേസിസിൽ ഐ ആം റെസ്പോൺസിബിൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇന്ന് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻസ് ആർ കോമൺ, ഭയങ്കര കോമൺ ആണ്. അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ബ്ലൂസ്. ഈ ബ്ലൂസിലും ഈ പറയുന്ന പോലെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ, നമ്മുടെ പാർട്ട്ണറിൻ്റെ പേരൻസിൻ്റെയും നമ്മുടെ പേരൻസിൻ്റെയൊക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അതിൻ്റെയൊക്കെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഇപ്പോഴും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് അറിയത്തില്ല. എത്ര ഡിവോഴ്സസിൻ്റെ റീസൺ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണെന്ന് അറിയാമോ. എന്നോടൊരു കേസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മാം അവൾ നേരത്തെ ആളല്ല, ഇപ്പോൾ അവൾ അഹങ്കാരിയായി, അവൾ കുഞ്ഞിനെ നോക്കത്തില്ല, അവൾക്ക് പിന്നെ എന്താ എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ വയ്യ, എന്തിനാ അവളുടെ കാര്യം പോലും എപ്പോൾ കണ്ടാലും കിടന്നുറങ്ങിയാൽ മതി. ചിലപ്പോൾ രാത്രി മുഴുവൻ ഈ കുഞ്ഞ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, കുഞ്ഞിനെ കയറി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കാതെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ പോയിട്ട്, ഇനി അതുമാത്രമല്ല, ഇവൻ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു മെഡിക്കേഷൻ കൊടുക്കാൻ വില്ലിങ് അല്ല. എത്ര അമ്മമാർ സൂയിസൈഡ് ചെയ്യുന്നു, എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ പോകുന്നു. ഇനി സൂയിസൈഡ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളുടെ ജീവൻ പോകുന്നതും വാർത്തകളാവും. ഇതല്ലാതെ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് ഒരുപാട് കൂടി വരും. ചിലപ്പോൾ അവർ പാർഷ്യലി അതിൽ നിന്ന് ഓവർകം ചെയ്യുമായിരിക്കും, പക്ഷേ ഫുള്ളി ഓവർകം ചെയ്യത്തില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഡിസ്ട്രാക്റ്റഡ് ആകാൻ വേണ്ടി വീണ്ടും ജോലിക്ക് പോവുകയും ഇങ്ങനെ എൻഗേജ്ഡ് ആകുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പറയും, മിഡിൽ ഏജ് ക്രൈസിസ് ആയിട്ടോ മെനോപോസൽ ഇഷ്യൂസ് ആയിട്ടോ, അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ ഇവർക്ക് കടുത്ത ഡിപ്രഷൻ, ജീരിയാട്രിക് ഡിപ്രഷൻസ് ആയിട്ടോ, അല്ലെങ്കിൽ അതൊരു മൂഡ് ഡിസോർഡേഴ്സ് ആയിട്ട് പോലും ഇവരെ ഇത് ബാധിക്കും. അതുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, അങ്ങനൊരു പ്രശ്നം വന്നാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, സംസാരിക്കുക, ഇവരെല്ലാം ഇതിനകത്ത് അവെയറാകുക എന്ന് പറയുന്നത് ഒരു ചെയ്യേണ്ടതായിട്ടുള്ള മസ്റ്റ് ഫാക്ടർ. അപ്പോൾ ഇതും ചെയ്യാതെ അടച്ച് പൂട്ടി. അപ്പോൾ എന്നോടൊരു ലേഡി പറഞ്ഞതാ, മാം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണമെങ്കിൽ 30,000 സിൽക്ക് സാരി വാങ്ങിച്ചു തരും, പക്ഷേ പിന്നെ ഹീ ഡസൻറ്റ് അലോ മീ ടു ടേക്ക് എ തെറപ്പി.
വൈ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ആ വൈ എന്ന് ചോദിച്ചാൽ മെജോറിറ്റി ഇപ്പോഴും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ വൈഫ് ഒരു മാനസിക രോഗിയാണോ? അത് നീ അങ്ങ് വിചാരിച്ചാൽ മതി മാറും, അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ മതി. കുറച്ച് ദിവസം നിൻ്റെ വീട്ടിൽ പോയി നിന്നോ. ഫ്ലൈറ്റ് ടിക്കറ്റ് 1-1.5 ലക്ഷം രൂപ വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് വെസ്റ്റേണിൽ നിന്ന് എടുത്ത് കൊടുത്ത് നാട്ടിൽ വീഴും. പക്ഷെ ഒരു 1000-2000 മുടക്കി ഒരു സെഷൻ എടുക്കില്ല. നീ ഒന്ന് ഹാങ് ഔട്ട്. അതുകൊണ്ട് തന്നെ ഇനി ഹസ്ബൻഡ്സ് സമ്മതിക്കാത്തത് മാത്രമല്ല, ഇൻസൈറ്റ് ഇല്ലാത്ത ലേഡീസ് ഫാമിലി പുഷ് ചെയ്യുന്നുണ്ടായിരിക്കും, ഹസ്ബൻഡ് പറയുന്നുണ്ടായിരിക്കും, പക്ഷെ ഇവരെ ഞാൻ മാനസിക രോഗിയാണെന്ന് ഇവരെല്ലാം അറിയുമോ? മനസ്സിലായോ? അതുകൊണ്ട് ഇവരിങ്ങനെ കവറപ്പ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ആ കവറപ്പ് കാരണം എൻ്റെ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അവർക്ക് ഇൻസൈറ്റ് ഉണ്ടാകണം. ദാറ്റ് മീൻസ് ടോട്ടലി നമ്മുടെ സൊസൈറ്റി ഇതിനകത്ത് ഒരു മാസീവ് ആക്ഷൻ എടുത്തേ പറ്റും. മാസീവ് ആക്ഷൻ. കാരണം ഈ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം, എസ്പെഷ്യലി ദിസ് 2025 എന്ന് മാത്രമല്ല, നമ്മൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇമോഷണൽ ഹെൽത്ത് അത്ര കണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ പറയും ഒരു വിതിൻ ഫ്യൂ ഇയേഴ്സ് നമുക്ക് ഒരാൾക്കൊരു തെറപ്പിസ്റ്റ്, നമുക്കൊരു ഫാമിലി ഡോക്ടർ ഉള്ള പോലെ നമുക്കൊരു ഫാമിലി തെറപ്പിസ്റ്റ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇതൊന്നും വീടിനകത്ത് നടക്കുന്നില്ല. ഞാൻ ആക്ച്വലി കൺഫസ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കൊരു സൈക്കോളജിസ്റ്റാണ്, നമുക്ക് സംസാരിക്കുക എന്നുള്ളപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്ത്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് എന്ന് പറയാൻ എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ സ്വന്തം അനിയൻ മരിച്ചു. ബൈക്ക് ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഇറ്റ്സ് വെരി പേഴ്സണൽ. അപ്പോൾ ആ മരിച്ച സമയത്ത് എനിക്ക് 4 വയസ്സുണ്ടായിരുന്നുള്ളൂ. സോ അമ്മയ്ക്ക് ആ ഒരു ഹാങ് ഓവർ, ആ ഒരു ട്രാജിക് മൊമെൻറ്റ്, ട്രോമാറ്റിക് ഇവൻ്റ് അമ്മയ്ക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് കൂടെ ജനിച്ച് വളർന്ന് അങ്ങനെ നിന്നൊരാൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുക 20 ഇല്ലാതാകുമ്പോൾ അതമ്മനെ കൊണ്ട് ടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ കൊച്ചും കൂടെയാണ്, എനിക്കത് 4 വയസ്സുള്ളൂ. അപ്പോൾ അമ്മയുടെ എല്ലാ പ്രഷറും അമ്മയുടെ എല്ലാ ഇതും എൻ്റെ അടുത്തായിരുന്നു. ഞാനിപ്പോഴും ചിലതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് ആങ്കർ പിടിച്ചു വയ്ക്കാൻ പറ്റാണ്ട് അമ്മ എന്നെ കുറേ അടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മാമൻ്റെ ഹെയർ ഒരു മരത്തിലാണ് ഇടിച്ചത്. ആ ഹെയർ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെറുപ്പത്തിൽ ബാഗിലെന്തോ ആയതുകൊണ്ട് കുട്ടിയായിട്ട് ആ ബാഗ് ഇട്ട് നടക്കുന്നത് കണ്ടിട്ട് അത് പോയി. അതിന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് അന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് അമ്മ ഇങ്ങനെ. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആഫ്റ്റർ ഓൾ ദിസ് ഇയർ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ച്, അമ്മ അന്ന് ആക്ച്വലി അമ്മയ്ക്ക് എന്തെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ് അല്ലേ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ശരിയാണ്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അമ്മ അന്ന് സ്ലീപ്പിംഗ് പിൽസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്കറിയാം. അമ്മ പറയും, ഇന്നായിരുന്നെങ്കിൽ എനിക്കറിയാം. അമ്മ പറയണത് ഇപ്പോൾ യൂട്യൂബിൽ പറയുന്നില്ലേ, ഇപ്പം എൻ്റെ തന്നെ പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയുന്നത് അതുകൊണ്ടാണ് ഐ ഹോപ്പ് ഇപ്പം നമ്മുടെ ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാർ സീക്ക് ഹെൽപ്പ്. ഇറ്റ്സ് ഇത് നാളെ നിങ്ങളുടെ കുട്ടികളെയും ബാധിക്കാം, നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയും ബാധിക്കാം. യു വിൽ നെവർ നോ. ഇതിൻ്റെ ഹ്യൂജ് ഇമ്പാക്ട്സ് എന്താണെന്ന് ഇപ്പോഴും പൂജ ആരും മനസ്സിലാക്കുന്നില്ല. ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് വീട്ടിൽ ഒരാൾക്ക് വരുന്ന പ്രശ്നമല്ല. ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വരുന്ന പ്രശ്നമല്ല. ഒരാളുടെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ദ ഹോൾ ഫാമിലി വിൽ അഫക്റ്റ്. ഫാമിലി അഫക്റ്റ് അതിനകത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് കിഡ്സ് ആയിരിക്കും. കിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൾച്ചറിൽ ദേ ആർ ലെസ് ഡേഞ്ചറസ് ഒബ്ജക്ട്സ്. സമയം വെസ്റ്റേൺ വേൾഡിലാണെങ്കിൽ ദിൽ കോൾ പോലീസ്, മനസ്സിലായോ? പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് കുഞ്ഞിനെ അവിടെ ആവുമ്പോൾ എനിക്ക് എൻ്റെ ത്രോട്ട്സ് എടുക്കാം, മനസ്സിലായോ? അപ്പോൾ ഒരു ചെറിയ ട്രിഗർ വന്നാൽ പോലും എന്നോടൊരു അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞേ, മാം അവൾ എഴുതുമ്പം തെറ്റി പോകുന്നു, അവൾ LKG പഠിക്കുന്ന കുഞ്ഞാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ വിരലിനിട്ട് ശരിക്കും അടി കൊടുക്കും. അതെനിക്കറിയാം, അവളെ നന്നാക്കാൻ വേണ്ടി അടിക്കുന്നതല്ല, എൻ്റെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനാണ് ഞാൻ ഈ അടിച്ച് തീർക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ലെസ് ഡേഞ്ചറസ് ആണ് കുഞ്ഞുങ്ങളോടടുത്ത്. കാരണം ആരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നവരെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഡിപ്രസീവ് സോഴ്സ് ഉള്ളിലുള്ളവരാണ്.
കാരണം എനിക്ക് എൻ്റെ ഇമോഷൻസിനെ എല്ലാം എപ്പോഴും ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടു കിടക്കാൻ പറ്റത്തില്ല, സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഞാൻ ഇൻസൈനായി പോവും. ഏതെങ്കിലും രീതിയിൽ എനിക്കിത് എക്സ്പ്രസ് ചെയ്യണം. എനിക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന വേ മൊത്തവും ഇന്നപ്രോപ്രിയേറ്റ് വേസ് ആയിരിക്കും. ഞാൻ ദേഷ്യപ്പെടും, ഞാൻ ഉപദ്രവിക്കും, ഞാൻ എന്നെ സെൽഫ് ഹാം ചെയ്യും. ദാറ്റ് ഓൾ ആർ ഇന്നപ്രോപ്രിയേറ്റ് വേസ്. അപ്പോൾ അതിൻ്റെ വിക്ടിംസ് ആവും ഈ കുഞ്ഞുങ്ങൾ. വിക്ടിംസ് ആവുമ്പം ഇപ്പം പൂജ അവയർനെസ്സിലേക്ക് വന്നപ്പം പൂജയ്ക്ക് അമ്മയോടൊരു എമ്പത്തറ്റിക്കൽ അപ്രോച്ചാണ് വന്നത്. പക്ഷേ ഈ അവയർനെസ് കിട്ടാത്തവർ എത്രയോ പേര് പേരൻസിനോടുള്ള ഗഡ്ജ്, റിവെഞ്ച് വെച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? എന്നിട്ട് ആ ഗഡ്ജും റിവെഞ്ചും അവരെ അടുത്ത മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. എന്തിനെൻ്റെ അമ്മ എന്നെ അങ്ങനെ ഉപദ്രവിച്ചു, അവർക്ക് ഒരു നിമിഷം എന്നെ മനസ്സിലാക്കിക്കൂടായിരുന്നു, ഞാനെന്നുള്ള കുഞ്ഞിനെ എന്തുകൊണ്ട് അവർ കൺസിഡർ ചെയ്തില്ല. ശരിയാ, അവർക്ക് ഇപ്പോൾ നമ്മൾ തെറപ്പി സെഷനിലൊക്കെ വരുമ്പോൾ അമ്മയുടെ അന്നത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇവർക്ക് ഇങ്ങോട്ട് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു എമ്പത്തറ്റിക്കൽ അപ്രോച്ച് പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്ന പോലെ ഇത് ഫാമിലിയുടെ ഹോൾ, ഇനി ഫാമിലി എന്തിനാ, നൈബർഹുഡിനെ എഫക്റ്റ് ചെയ്യും, വർക്ക് എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യും, കൊളീഗ്സിനെ എഫക്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അതൊരു സമൂഹത്തിൻ്റെ മെൻ്റൽ ഹെൽത്താണ്. ഒരാൾ മെൻ്റലി ഇല്ലായി, നമ്മളിപ്പം കേൾക്കുന്ന കേസുകളാണ്. ഒരു ദിവസം ഇറങ്ങിപ്പോയി ഷൂട്ട് ചെയ്യുന്നു. ഒരു ഫിലിപ്പീൻസിലെ ഒരു ഫിലിപ്പിനോ ബോയ് ഒരു കിൻഡർ ഗാർഡനിൽ കയറി ചെന്നിട്ട് 21 കുട്ടികളെ ഒറ്റയടിക്കാണ് ഷൂട്ട് ഔട്ട് ചെയ്തത്. അത് ആളുടെ ഇൻസൈനായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ബട്ട് ആരാ അതിൻ്റെ വിക്റ്റിമായത്? മനസ്സിലായോ? അപ്പോൾ ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി നമ്മൾ കാണുന്നില്ലേ? ഒരു വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ദിവസം സ്വന്തം വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട 5 പേരെ ഇല്ലാതാക്കുകയാണ്. അത് വെറുതെ ഇല്ലാതാക്കുകയല്ല, അവരുടെ എന്താ പറയുന്നത്, ആ ഒരു പെയിൻ എൻജോയ് ചെയ്യുന്നു. ദിവസം നമ്മൾ കാണുന്ന വാർത്തകൾ. അപ്പോൾ ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ മെൻ്റൽ ഹെൽത്താണ്. അയ്യോ എൻ്റെ വീട്ടിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ, അപ്പം ഞാൻ സേഫാണ് എന്ന് ചിന്തിക്കണ്ട. ഇത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് അത്രയും എഫർട്ട് എടുത്ത് നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അതിൻ്റെ സമയം അതിക്രമിച്ചു പോയി. ഇനിയെങ്കിലും നമ്മൾ സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ സിവിയർ ഡിസാസ്റ്റേഴ്സ്. നമുക്ക് പ്രകൃതി ദുരന്തത്തെക്കായാലും പ്രശ്നമാണിത്. ഇപ്പം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇപ്പം ഒരു ഫോൺ പിടിച്ചു. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പം ഇന്നാണെങ്കിൽ നമുക്ക് ഇത് വേറെ ഒരു രീതിക്ക് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് അത്രയെങ്കിലും അറിയാം, ഒരു സ്കൂൾ കൗൺസിലറോട്ട് അറിയാം. പക്ഷെ അന്ന് നമ്മളും ചെറുതല്ലേ. അപ്പം അന്ന് ആ കുട്ടീനെ നമ്മൾ ആക്ച്വലി അസംബ്ലിക്ക് വിളിച്ച് നിർത്തി എല്ലാവരുടെ മുന്നിലും വെച്ച് ഇത് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഗേൾസിന് പിന്നെ അയ്യോ ഈ കുട്ടിയോട് സംസാരിച്ച എന്തോ വലിയ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. കാരണം ഈ കുട്ടി ഭയങ്കര പ്രശ്നക്കാരനാണല്ലോ. ആ കുട്ടി പിന്നെ ഒറ്റപ്പെട്ടു തുടങ്ങി, സ്കൂളിൽ സംസാരിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആലോചിക്കും, അയ്യോ ആ കൊച്ചിനോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു എന്തിനാ നമ്മളങ്ങനെ. പക്ഷെ നമുക്കന്ന് അറിവില്ലാത്ത പ്രായമല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ സ്കൂളിൽ നമ്മുടെ ഈ പേഴ്സണൽ ഇൻസെക്യൂർഡ് ആവുമല്ലോ. നമ്മുടെ കുട്ടികൾക്കും ഈ അഭിമാനം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുമല്ലോ. അതിൽ ക്ഷതമേൽക്കുമ്പോൾ അത് വേറെ ഒരു ചിലപ്പോൾ പേഴ്സണാലിറ്റി വേറൊരു ട്രെയ്റ്റ് ആയിട്ട് മാറും. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ശരിക്കും? ഇതിപ്പോൾ പറഞ്ഞ സിറ്റുവേഷൻ ഒരു എന്താ പറയുന്നത്, ഒരു അഡോളസെൻ്റ് ബോയ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗേൾ ആയിരിക്കും. അവർക്ക് നിശ്ചയമായിട്ടും ക്യൂരിയോസിറ്റി ഉണ്ട്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് മൈ ബോഡി, അല്ലെങ്കിൽ പുറത്ത് എന്താ നടക്കുന്നത്. അവർക്ക് ആ ഒരു ആക്ച്വലി നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമുക്ക് സെക്ഷൽ ഫീലിങ്സ് ഉണ്ട്. അതൊരു എന്താ പറയുന്നത്, എനിക്ക് അറിവാകുന്ന സമയം തൊട്ട് എൻ്റെ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നത് തൊട്ട് എനിക്ക് നീഡുണ്ട്, സെക്ഷൽ നീഡുണ്ട്. അപ്പോൾ എൻ്റെ നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യിക്കണം, അല്ലെങ്കിൽ എനിക്കത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ എന്ത് പ്രൊവിഷനാണ് ഇപ്പോഴും ഉള്ളത്? ജെനുവിൻലി ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ, എന്നാൽ എല്ലാം ഓപ്പണാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ, ഇതെനിക്ക് തോന്നുന്നു പൂജയുടെ ചൈൽഡ്ഹുഡ് അല്ലേ, ആ സമയത്തൊക്കെ ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്രയും സ്റ്റിഗ്മറ്റൈസ്ഡാണ്. ഈ ഒരു അതായത് കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാവൂ. അന്ന് രാത്രി എല്ലാം ചെയ്തോണം, എവറിത്തിങ് അന്ന് പെർഫോം ചെയ്തോണം. അതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇത് കാണുമ്പോൾ അതങ്ങ് എന്താ പറയുന്നത്, എക്സ്ക്ലൂഷനായി മാറും.
ആ കുട്ടിയത് ഇപ്പോൾ ഇതുപോലൊരു സിമിലർ കേസ് ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ പിന്നെ തെറപ്പിസ്റ്റ് മീൻസ് ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്ന തെറപ്പിസ്റ്റ് പറഞ്ഞതാണ്. ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നൊരു ബ്ലൂ ഫിലിം അന്നത്തെ കാലത്ത് ഒരു CD കിട്ടി. അമ്മ ഇത് ജസ്റ്റ് കണ്ട ഉടനെ വിളിച്ച് കൂകി വിളിച്ച് ഭയങ്കര അലമുറയിട്ട്. ആ കോളനിയായിരുന്നു. അവിടുത്തെ എല്ലാ ആളുകളും ഓടി വന്നു. അതോടുകൂടി ഈ പയ്യൻ്റെ കോളനിയിലെ പേര് ബ്ലൂ കുട്ടൻ എന്നായി. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ട്രോമ, അവൻ അനുഭവിക്കുന്ന സെൽഫ് എസ്റ്റീമിലുണ്ടാകുന്ന പ്രശ്നം ഏതൊരു അവനെ റിബലാക്കി മാറ്റാം. നാളെ ആരെങ്കിലും കണ്ടാൽ പിടിച്ച് റേപ്പ് ചെയ്താൽ കുറ്റം പറയാൻ പറ്റില്ല. അത്രയും ട്രോമാറ്റൈസ്ഡായി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ സെക്സ് എഡ്യൂക്കേഷനിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ കൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു സന്ദർഭങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പേരൻസ് എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം, ടീച്ചേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യണം. ഓവർ മൊറാലിറ്റി കൊണ്ട് അല്ലേ നമ്മളങ്ങ് ഭയങ്കര മോറൽ സയൻസ് ഉണ്ട്, ഓവർ മൊറാലിറ്റി. അപ്പോൾ ഇതൊന്നും മനുഷ്യനുണ്ടാകുന്ന വികാരമേ അല്ല എന്നുള്ള രീതി പറഞ്ഞാൽ ഇത് ഇവരുടെ ഫാമിലി ലൈഫിനെ വരെ എഫക്റ്റ് ചെയ്യും. ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹസ്ബൻഡ് വൈഫ് വന്നു, 8-9 വർഷമായിട്ട് ഇവർ തമ്മിൽ ഒരു നല്ല ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ല. വൈഫ് പറയാണ് ഹീസ് ലോ ഇൻ ലിബിഡോ, വെരി ലോ ഇൻ ലിബിഡോ ആൻഡ് നോ എനി ഇൻട്രസ്റ്റ് ഇൻ സെക്സ്. നമ്മൾ അസസ്മെൻ്റൊക്കെ കഴിഞ്ഞ് ആളെങ്ങനെ തെറപ്പി സെഷനിൽ പോകുമ്പോഴാണ് ചൈൽഡ്ഹുഡ് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത്. ആൾക്ക് 15 വയസ്സും അനിയന് 13 വയസ്സും ഉള്ളപ്പം ഇവരുടെ വീട്ടിലെ പിന്നെ മെയ്ഡ് ജോലിയൊക്കെ കഴിഞ്ഞിങ്ങനെ കച്ച കെട്ടിയിട്ട് നിന്ന് കുളിക്കുന്നു. അപ്പോൾ അനിയൻ ചേട്ടച്ചാരെ വിളിച്ച്, ആൾക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉള്ള ആളല്ല, ചേട്ടച്ചാരെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ജനലയിൽ നിന്നുകൊണ്ട് ഇവർ കുളിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുക, ക്യൂരിയസ്. പക്ഷേ ഫാദർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈസ് എ വെരി സ്ട്രിക്റ്റ് ടഫ് മാൻ. ബെൽറ്റ് എടുത്തിട്ട് പുറകെ കൂടെ ചെന്നിട്ട് നല്ല വീക്ക് വെച്ച് കൊടുത്തു. എസ്പെഷ്യലി എൽഡർ വൺ, മൂത്തതല്ലേ. അന്ന് കിട്ടിയ ട്രോമയാണ് ആളെ ഹിസ് നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ് ചെയ്യുന്നത് എന്തോ വലിയ പാവമാണ്, അല്ലെങ്കിൽ എന്തോ അത് ഓർക്കുമ്പോൾ തന്നെ ആക്കി ട്രോമയാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. ആ പെയിനാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. ഒരു കൈൻഡ് ഓഫ് ആളുടെ എന്താ പറയുന്നത് സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും എല്ലാം വ്രണപ്പെടുത്തുന്ന തോട്ട് പാറ്റേൺസും ഫീലിങ്സുമാണ് വരുന്നത്. പിന്നെ ഹൗ കുഡ് ഹി എൻജോയ് സെക്സ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മാനേജ് ചെയ്ത് ഇങ്ങനത്തുള്ള വികാരങ്ങളുണ്ടെന്നും ആ വികാരങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി, കുടുംബത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. സ്കൂളിൽ നിന്ന് ഒരു സെക്സ് എഡ്യൂക്കേഷൻ വേണം, പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷനും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ കൗമാരകാലത്തിൽ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അവരെ അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യാതെ, പേര് കൊടുക്കാതെ, അവരെ അത് വളരെ കോൺഫിഡൻഷ്യലായിട്ട്, അത് വളരെ ശ്രദ്ധിക്കണം, പബ്ലിക്കാക്കാതെ കോൺഫിഡൻഷ്യലായിട്ട് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ക്ലാസ്സസും അവെയർനെസ്സും കൊടുക്കുക. ഇതൊക്കെ പിന്നെ പഠിക്കേണ്ടത് ഇത് വെറും ശാരീരിക ആവശ്യം മാത്രമല്ല, ഇതിനകത്തൊരു ഇമോഷണൽ നീഡും കൂടെ ഉണ്ട്, ഇതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് ഫാമിലിക്കകത്തുനിന്ന് പഠിക്കണം. അതാണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം നമ്മളൊരു ഗുഡ് ഹെൽത്തി സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെസ്സ് മാറിക്കിട്ടുന്നു വരെ ഞാൻ ചില വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഹൗ കം ലൈക്ക് എങ്ങനെയാണ് നമ്മുടെ ആ സ്ട്രെസ്സിനെ ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി ബാലൻസ് ചെയ്യുന്നത്? അപ്പം അതിന് ആദ്യം നമ്മൾ ഈ സെക്ഷുവൽ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കണം. അതൊരു ഗുഡ് ഇമോഷണൽ, ഫിസിക്കൽ, ഞാൻ പറയും സ്പിരിച്വൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളുമായിട്ട് നല്ലൊരു സെക്സ്, അതൊരു കേവലം ശാരീരിക ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു നോർമൽ റുട്ടീൻ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു നല്ല സെക്ഷുവൽ റിലേഷൻഷിപ്പ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ കോർട്ടിസോൾ പ്രൊഡക്ഷനെ കുറയ്ക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. കോർട്ടിസോൾ ഈസ് ദ സ്ട്രെസ് ഹോർമോൺ. നല്ലൊരു സെക്സ് കഴിഞ്ഞ് കഴിയുമ്പം ബെറ്റർ സ്ലീപ്പ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ബെറ്റർ സ്ലീപ്പ് എന്ന് പറയുന്നത് ഈസ് എ റിജുവനേഷൻ പ്രോസസ്സ്. നമ്മുടെ തോട്ട്സിനെ ക്ലട്ടേഡായിട്ട് കിടക്കുന്നതിനെ അടുക്കി വെക്കുന്നത്, നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കുന്ന, ഹോർമോൺസ് പ്രോപ്പർ ആകുന്ന നല്ല ബെറ്റർ സ്ലീപ്പ്. അപ്പോൾ ആ ബെറ്റർ സ്ലീപ്പും അതുപോലെ തന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെ കുറയ്ക്കുന്നത് കൊണ്ടും ഇത് നമ്മളെ കുറച്ചുകൂടി ഇമോഷണലി വെൽ ആൻഡ് ഗുഡ് ആക്കും. അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് ട്രൂ.
ഇറ്റ്സ് ട്രൂ, റിയലി ട്രൂ. അത് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റിൽ നിന്നുണ്ടാകുന്നതും കൂടെ ആവുമ്പം അത് ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്തറിയുന്ന ഒരു സുഹൃത്തിൻ്റെ കുട്ടി എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഗെയിം ഭയങ്കരമായിട്ട്, പക്ഷേ ആ കുട്ടി ഈസ് ലൈക്ക് ഐ മീൻ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ്, സ്പോർട്സിൽ അടിപൊളിയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഗെയിംസ് ഭയങ്കര റെസ്ലെസ് ആയിട്ട് കംപ്ലീറ്റ് ടൈം ഇങ്ങനെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിത് നോട്ടീസ് ചെയ്ത പോലെ തന്നെ ഇപ്പം നമ്മൾ അഡൾട്ട്സ് ആയാലും ഏറ്റവും കൂടുതൽ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പം നമ്മൾ ചിലപ്പോൾ ആദ്യം വല്ല മോട്ടിവേഷൻ ആയിരിക്കും കാണുന്നുണ്ടാവുക, പിന്നെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വല്ല ആക്സിഡൻറ്റ് പറ്റുന്നതായിരിക്കും, പിന്നെ ചിലപ്പോൾ വല്ല പേടിപ്പിക്കുന്ന സാധനമായിരിക്കും. ഇങ്ങനെ നമ്മളൊരു 30 സെക്കൻഡ് ഒരു സാധനത്തിൽ ഒരു മിനിറ്റിൽ തന്നെ നമ്മളൊരു 3-4 ഇമോഷൻസിലൂടെ കടന്നു പോകുന്നു. അതുപോലെ ഞാൻ വേറെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്, കുട്ടികൾ ഇതേപോലെ PUBG ഒക്കെ കളിച്ചിട്ട് പിന്നെ അതിൽ തന്നെ ലോക്കായി പോയിട്ട് കയ്യും കാലും ഒക്കെ ഇങ്ങനെ ഉറക്കത്തിലോ അതിലൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നു. ആക്ച്വലി ഇതിൻ്റെ ഒക്കെ ഒരു ഇതെന്താ, ഇതിൻ്റെ ഒക്കെ ഒരു മീനിങ് എന്താ, ഇതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഓക്കെ, ഇന്നത്തെ നമ്മളുടെ ഒരു കാലഘട്ടത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന കാര്യം ഇത്. കാരണം നമ്മളെല്ലാം ഇന്ന് വി ആർ ലിവിങ് ഇൻ ദ വെർച്വൽ വേൾഡ് അല്ല. ഇപ്പം നമ്മളെ കേൾക്കുന്നവരും വെർച്വൽ വേൾഡിലൂടെയാണ് ഇത് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ വി ആർ മോർ ഇൻ ടു വെർച്വൽ വേൾഡ് റാദർ ദാൻ റിയൽ വേൾഡ്. റിയൽ വേൾഡിനേക്കാളും വെർച്വൽ വേൾഡിൽ. അപ്പോൾ വെർച്വൽ വേൾഡിൽ എന്താണെന്ന് ചോദിച്ചാൽ ദർ ഇസ് എ കോമ്പറ്റീഷൻ അല്ലേ, ലോഡ് ഓഫ് കോമ്പറ്റീഷൻ. ഏതിനകത്ത് പിടിച്ചു നിർത്തണം. അപ്പം പിടിച്ചു നിർത്താൻ വേണ്ടി ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പം നമ്മളുടെ പോഡ്കാസ്റ്റ് വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരായിരിക്കും കൂടുതൽ കാണുന്നത്. അല്ലാതെ ഇപ്പം എന്താ പറയുന്നത്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നവർക്ക് ചിലപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കാരണമല്ല. അത് മാത്രമല്ല, നമ്മളുടെ എല്ലാം അറ്റൻഷൻ സ്പാൻ ഈസ് ടു ലെസ്. 30 സെക്കൻഡിൽ കൂടുതൽ ഇന്നിപ്പം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അറ്റൻഷൻ സ്പാൻ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, ഒരു വല്ലാത്ത ഒരു മിക്സപ്പാണ് ഇമോഷൻസിനെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരുന്നു, ഇവിടെ നിന്നൊരു നോട്ടിഫിക്കേഷൻ, ഞാനെല്ലാം സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഞാനിങ്ങനെ ഒരു ഇമോഷനിൽ നിന്ന് അടുത്ത ഇമോഷൻ, അടുത്ത ഇമോഷനിൽ നിന്ന് അടുത്ത ഇമോഷൻ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമ്മളുടെ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഡയബറ്റിക് ഷുഗർ ലെവൽ, ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരാളുടെ ഇത് മാറി മറിഞ്ഞുകൊണ്ടിരുന്നാൽ ഹെൽത്തി ആയിരിക്കുമോ? ഇത് തന്നെയാണ്. നമ്മളൊരു അരമണിക്കൂർ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പം വാട്ട് യു ഫീൽ? നമ്മൾ റിലാക്സ്ഡ് ഫീലിംഗ് ആണോ എന്തോ ഒരു ടയറിങ് ഫീലിംഗ്. അപ്പോൾ ഇമോഷൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത് നമുക്കൊരു ഇമോഷണൽ ടയർഡ്നെസ് തരും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇത് റിലാക്സേഷനാണെന്നാണ് അല്ലേ? അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ഇത് കൂടുതൽ പേരും ഇന്ന് ഇതിനെ സ്ട്രെസ് ബ്ലസ്റ്ററായിട്ടാണ് കാണുന്നത്. സ്ട്രെസ് ബ്ലസ്റ്റർ ഇതങ്ങോട്ട് ചെയ്ത് കഴിയുമ്പം എന്തോ ഒരു ആശ്വാസം കിട്ടിയ ഫീലിംഗ്. ബട്ട് ദാറ്റ് ഈസ് മിമിക്. അത് റിയൽ ആശ്വാസമല്ല. അതെപ്പോൾ വരെ ഈ ആശ്വാസം? അടുത്ത ഞാനിത് കാണുന്നിടം വരെ. വീണ്ടും എനിക്ക് അടുത്തത് ഇത് കൊടുക്കണം. സെയിം ലൈക്ക് ഡ്രിങ്ക്സ്, സെയിം ലൈക്ക് ഡ്രഗ്സ്. ഇതെടുക്കുമ്പം ഞാൻ ഓക്കെ ആണെന്ന് തോന്നും. പക്ഷെ എപ്പോൾ വരെ? അതിൻ്റെ ഹാങ് ഓവർ തീരുന്നിടം വരെ. അടുത്ത ഞാൻ ഓക്കെ ആവണമെങ്കിൽ വീണ്ടും ഇത് എടുക്കണം. സെയിം. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഗെയിമിങ് വീണ്ടും നമ്മുടെ അറ്റൻഷൻ കോൺസെൻട്രേഷനെ കുറയ്ക്കും. ഇപ്പോൾ പറഞ്ഞല്ലോ കൈയൊക്കെ ഇങ്ങനെയാണെന്ന്, അത് അങ്ങനെ ആയിപ്പോവും നമ്മുടെ ബിഹേവിയർ, നമ്മുടെ തോട്ട് പാറ്റേൺ. ഇനി ഇത് മാത്രമല്ല, ഈ വയലൻ്റ് നേച്ചറുള്ള വെബ് സീരീസ്, സിനിമാസ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും അതുപോലത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ബ്രെയിൻ എനിക്ക് തരുന്ന റെസ്പോൺസ് ഞാൻ കണ്ടതാണ്. ഞാൻ മോഡൽ ചെയ്യും. വളരെ സ്വാധീനായിട്ടിരിക്കുന്ന ഒരാൾ പോലും ഒരു 2 മാസക്കാലം ഇങ്ങനത്തുള്ള വയലൻ്റ് കണ്ടൻറ്റ് മാത്രം കാണുവാണെങ്കിൽ ആൾക്കൊരു ട്രിഗറിങ് സിറ്റുവേഷൻ വരുമ്പോൾ കൈയെടുത്തടിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ബ്രെയിനിൻ്റെ ഒരു പാറ്റേൺ, തോട്ട് പ്രോസസ്സിൻ്റെ പാറ്റേൺ അതായി മാറും. മോഡലിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത്രയും ഇൻറ്റൻസ്ഡ് ഫീലിങ്സ് ഉള്ള സാധനങ്ങളാണ് എല്ലാം അതിനകത്ത് വരുന്നത്. അത് വളരെ നമ്മൾക്കൊരു ഡിജിറ്റൽ ഹൈജീൻ ഉണ്ടായിരിക്കണം. ഈ വേർഡ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഡിജിറ്റൽ ഹൈജീൻ. നമ്മൾ കുളിക്കുക, പല്ല് തേക്കുക, മറ്റു കാര്യങ്ങൾ, പ്രഭാത കൃത്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു ഹൈജീനാണ് ഡിജിറ്റൽ ഹൈജീൻ. അതൊരു പേഴ്സണൽ ഡിജിറ്റൽ ഹൈജീൻ വേണം, ഒരു ഫാമിലിയൽ ഡിജിറ്റൽ ഹൈജീൻ വേണം. ഞാൻ പറയും, ഒരു
പിന്നെ എന്താ പറയുന്നത്, ഒരു ജോബ് റിലേറ്റഡ് ആകുമ്പോൾ അവിടെ ഒരു ഡിജിറ്റൽ ഹൈജീൻ വേണം. ഈ ഒരു ഹൈജീൻ ഇല്ലെങ്കിൽ നമ്മളിന്ന് ഇമോഷണലി ഭയങ്കര ഒരു ഡിസ്ട്രെസ്സിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ വളരെ ഹൈജീനിക്കായിട്ട് വേണം അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ആക്ച്വലി ഓൾ പീപ്പിൾ ആർ ലൈക്ക് അഡിക്റ്റഡ്. അത് എന്തിലാണ് എന്നുള്ളതിലാണ്. മേ ബി പീപ്പിൾ ആർ അഡിക്റ്റഡ് ടു ആൽക്കഹോൾ, ഡ്രഗ്സ്. പക്ഷെ ചില ആൾക്കാർ ഒരു പേഴ്സൻ്റെയിലായിരിക്കാം, ചില ആൾക്കാർ മൊബൈൽ ഫോണിലായിരിക്കാം, ചില ആൾക്കാർ റിപ്പീറ്റ് സ്ട്രെസ് ബ്ലസ്റ്റേഴ്സ് ആണ് ഇതെല്ലാം. നമ്മളിന്ന് ഭയങ്കര സ്ട്രെസ്സിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ സ്ട്രെസ് ഈസ് വെരി ഹൈ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു ഇതൊന്നുമില്ല, കുഴിമന്തി, സ്വിഗ്ഗി, ദാറ്റ്സ് മീ അല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളിന്ന് ഫൈൻഡ് ഔട്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ട്രെസ് ബ്ലസ്റ്റേഴ്സ് വിൽ ലീഡ് ടു അഡിക്ഷൻ. അത് നമ്മളെ നിശ്ചയമായിട്ടും കൊണ്ടുപോയിരിക്കും. അപ്പോൾ ആ അഡിക്ഷൻ പിന്നെ നമുക്കതില്ലാതെ, അഡിക്റ്റീവ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇപ്പോൾ ഇത്രയും നമ്മൾ ഡിപ്രഷൻ, ആൻസൈറ്റി കാര്യങ്ങളൊക്കെ സംസാരിച്ച ഇടയിൽ എനിക്ക് ഇനിയും അറിയണം എന്നുള്ളൊരു ടോപ്പിക്കാണ് OCD, ഒബ്സസീവ് കമ്പൽഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ OCD എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഈ ഹൈജീനെ ഏറ്റവും കൂടുതൽ OCD ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കണക്റ്റഡ് എന്നുള്ളത് ഇപ്പോൾ പിന്നെയും ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. എന്താണ് ആക്ച്വലി OCD ആൻഡ് ഹൗ വി ക്യാൻ ഡയഗ്നോസ് ലൈക്ക് എ പേഴ്സൺ ലൈക്ക് ഹി ഹാവിങ് OCD അങ്ങനെ ഹി ഓർ ഷീ ഹാവിങ് OCD. ഇപ്പം OCD എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അറിയാമല്ലോ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. ഒബ്സസീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് റെക്കറൻ്റായിട്ടൊരു തോട്ട്സ് എനിക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനിക്കതിനെ ഒന്ന് ശാന്തമാക്കാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം പിന്നെ പൂജയ്ക്ക് തോന്നുവാണ് മൈ ഹാൻഡ് ഈസ് നോട്ട് ക്ലീൻ, എല്ലാം വെറ്റാണ്, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, തുടച്ചുകൊണ്ടേയിരിക്കും. എത്ര തുടച്ചാലും എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ ഈ തോട്ട് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഈ കമ്പൽസീവ് ആക്ട് ഞാൻ ചെയ്താലും പിന്നെയും തോട്ട് വരും. ആ കമ്പൽസീവ് ആക്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേന് എനിക്ക് തോന്നും ഓക്കെ ആയി, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഈ തോട്ട് തന്നെ വരിക. ഇത് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലുള്ളത്. പക്ഷേ ഹൈജീൻ മാത്രമല്ല, ഇപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ അടുത്ത് വരുന്നത് സെക്ഷുവൽ ഒബ്സസീവ് തോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് ആളുടെ സെമൻ ഈസ് ഫ്ലോയിങ് ആൻഡ് അത് ആളുടെ ബെഡ്ഷീറ്റ് വെറ്റാക്കുന്നു, ആളുടെ പിന്നെ എന്താ പറയുന്നത് ഇരിക്കുന്ന സ്ഥലം വെറ്റാക്കുന്നു. അപ്പം ഹീസ് ഫീലിംഗ് കണ്ടിന്യൂസ്ലി എൻ്റെ സെമൻ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട്. പക്ഷെ ആളിങ്ങനെ അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ക്ലീൻ ചെയ്യണം, എപ്പോഴും അങ്ങനെ തന്നെ പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ ഫംഗസും പ്രശ്നങ്ങളും ഒക്കെ വന്നു തുടങ്ങി. ആൻഡ് നിസ്കരിക്കാൻ പറ്റുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി ക്ലീൻ ആയെങ്കിലല്ല എനിക്ക് നിസ്കരിക്കാൻ പറ്റും. എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. വേറൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ലേഡി പറയുന്നത് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന തൊട്ട് ഞാൻ കാണുന്നവരോടും എല്ലാം സെക്സ് ചെയ്യുക. ഇഫ് ഐ സീ മൈ ബ്രദർ, സീ മൈ ഫാദർ, മൈ ഫ്രണ്ട്, എല്ലാവരോടും ഞാൻ സെക്സ് ചെയ്യുക. ഈ തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇയാൾ ഇതിനെ ഒതുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കഥ കടച്ചിട്ട് അകത്തിരിക്കുക, ആരെയും കാണണ്ടല്ലോ, വെളിയിലോട്ട് പോകത്തില്ല, ജെൻസ് വരുന്ന ഭാഗത്തോട്ട് നോക്കത്തില്ല, നോക്കിയ ഉടനെ ഈ ഒബ്സസ്ഡ് തോട്ടാണ് വരുന്നത്. അപ്പം സെക്ഷൽ റിലേറ്റഡ് തോട്ട്, റിച്വൽ റിലേറ്റഡ് തോട്ട് ഇത് നമ്മുടെ നാട്ടിൽ ഒത്തിരി കൂടുതലാണ്. കാരണം എന്തെങ്കിലും ഇപ്പോൾ ഒരു പേപ്പറിൽ ചവിട്ടിയാൽ പേപ്പർ എടുക്കുന്നു, 3 പ്രാവശ്യം കണ്ണിൽ വെക്കുന്നു, കുരിശടി കണ്ടാൽ ഉടനെ കുരിശ് വരയ്ക്കുന്നു. അതപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ അപകടം സംഭവിക്കും. റിച്വൽ റിലേറ്റഡ്. ഇനി വേറൊരു കുട്ടി, ഒരു 11 വയസ്സുകാരി കുട്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്കെന്ന് പറയുന്നത് അവൾ പിന്നെ എന്താ പറയുന്നത് ഡ്രസ്സ് ഇടുമ്പോൾ പ്രോപ്പർ ലൈൻസ് ആൻഡ് സ്ട്രിപ്സ് ഇന്ന പാർട്ടി വരണം, ഇന്ന രീതിയിൽ ആ ഡ്രസ്സ് എടുത്ത് കവർ ചെയ്തിടാവൂ, അതിൻ്റെ ഇന്ന പാർട്ട് ഈ കയ്യിൽ വന്നിട്ട് ബ്രസ്റ്റ് പാർട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആ രീതിയിൽ മാത്രം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. ഊരിയിട്ട് അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഒരു ഡ്രസ്സ് ഇടാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഹാഫ് അവർ. ഒരു ടീഷർട്ട് ഇട്ട് ഇറങ്ങാൻ എടുക്കുന്ന സമയമാണ് മോർ ദാൻ ഹാഫ് അവർ. വൺ ഓഫ് മൈ ക്ലയൻറ്റ് ആളുടെ സ്പെക്ട്സ് ഈ ടേബിളിൽ നിന്ന് എടുത്ത് കണ്ണിലേക്ക് വെക്കാൻ എടുക്കുന്ന സമയം ഇറ്റ്സ് 2.5 hours. 2.5 hours. നമുക്കത് ഇല്ലോജിക്കലായിട്ട് തോന്നും. ദാറ്റ് ഈസ് OCD. കുളിക്കാനെടുക്കുന്ന സമയം, ഒരു പെൺകുട്ടിയുടെ ഇൻസിഡൻ്റാണ്. അവൾ കുളിക്കാനെടുക്കുന്ന സമയം ദ ഹോൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ കയറിയാൽ കയറുമ്പോൾ തൊട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇനി ക്ലീൻ ആയില്ലെന്ന് പറഞ്ഞിട്ട്
ഫിനോൾ വരെ ദേഹത്തൊഴിച്ചിട്ടുണ്ട്. ഫിനോൾ, ഡെറ്റോളൊക്കെ ഒരു ബോട്ടിൽ ഒരു ദിവസത്തേനേ ഉള്ളൂ, ഒരു ബോട്ടിൽ ഒരു ദിവസത്തേന്. ദാറ്റ് മച്ച് ഇൻറ്റൻസ്ഡ് ഒബ്സസ്ഡ് തോട്ട്സ്. നമ്മുടെ തോട്ട്സ് അത്രയും പവർഫുള്ളാണ്. നമ്മുടെ തോട്ട്സിനനുസരിച്ചാണ് നമ്മുടെ ആക്ഷൻസ് പോകുന്നത്, ആക്ഷൻസിനനുസരിച്ചാണ് നമ്മുടെ ബിഹേവിയറിനനുസരിച്ചാണ് നമ്മുടെ ക്യാരക്ടർ. ഇറ്റ്സ് എവറിത്തിങ് കണക്റ്റഡ്. തോട്ട്സ് ഈസ് ദ ബേസ്. ലൈക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു നോ ദാറ്റ് ഐ എം ക്യൂരിയസ്. ഇപ്പം പറഞ്ഞപ്പം വാട്ട് ഈസ് ദ മോസ്റ്റ് വിയർഡസ്റ്റ് OCD പേഷ്യൻറ്റ് യു ഹാവ് എവർ? Like this one girl is a very excellent in studies, BTech holder ആണ്. പക്ഷേ ഒരു ജോബിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ 9 o'clock ആൾ ചില ദിവസങ്ങളിൽ ഞാൻ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് കഴിക്കുന്നത്, കഴിക്കാറില്ല. 9 o'clock ടോയ്ലറ്റിൽ കയറിയാൽ പുറത്തിറങ്ങുന്ന 1:30 2 മണിക്കോ. അവിടെ ചെല്ലുമ്പോൾ തൊട്ടാക്ക് ഓരോ ടൈൽസിൻ്റെ ഓരോ കോർണറിലും പോയിൻറ്റിലും ആളിങ്ങനെ നോക്കും. അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നിനും ആൾക്ക് സ്റ്റെപ്സാണ്. മനസ്സിലായോ? അപ്പോൾ വീട്ടിലുള്ള പേരൻസിന് ഇത് അവയർനെസ് ഇല്ല. ഇത്രയും സമയം ബാത്റൂമിനകത്ത് അവർ ട്രീറ്റ്മെൻറ്റൊക്കെ കുറേ കൊടുത്തു. എന്നിട്ടും ആളുടെ ഫാദർ പറയുന്നത് അവളുടെ അഹങ്കാരമാണ്. ഇതാണ് ഞാൻ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഒത്തിരി ട്രീറ്റ്മെൻറ്റും ഒത്തിരി അവയർനെസ്സും സൈക്കോ എഡ്യൂക്കേഷനും ഒക്കെ ഫാദറിന് കൊടുത്ത്, എന്നാലും അത് അവളുടെ അഹങ്കാരമാണ്. This is the thing. Yeah, it's like ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ചുമ്മാ ഒരു ബേസിക് ഹൈജീൻ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് വെച്ചിട്ട് നിനക്ക് OCD ആണെന്ന് പറയരുത്. ബിക്കോസ് ദിസ് ഇസ് സം സീരിയസ് സിവിയർ ന്യൂറോട്ടിക് ഇൽനെസ്. ആൻഡ് അതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും? മെഡിക്കേഷൻസ് വേണം. സിവിയറൊക്കെ ആയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മൈൽഡ് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ തെറപ്പി, സൈക്കോ തെറപ്പീസ് ഇനഫ്. അതല്ല, അത് മോഡറേറ്റ് സിവിയർ ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മെഡിക്കേഷൻ പ്ലസ് തെറപ്പി. ഇൽനെസ് മാറ്റാൻ നമുക്ക് മെഡിക്കേഷൻ വേണം. അവരെ വെൽ ആൻഡ് ഗുഡ് ആക്കണമെങ്കിൽ തെറപ്പി വേണം. ഹൗ ലോങ് ഇറ്റ് ഡസ് ടേക്ക് അക്കോർഡിംഗ് ടു ദ സിവിയാരിറ്റി. സൈക്കോതെറപ്പി പോയിട്ടുള്ള കേസുകൾ, സൈക്കോതെറപ്പി എന്ന് പറയുമ്പം നമുക്കതിനൊരു മിനിമം ടൈം പീരീഡ് ഈസ് 90 days. നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കൗൺസിലിംഗ് എന്നൊക്കെ ഏതാണ്ട് അക്സെപ്റ്റൻസ് തുടങ്ങി. എല്ലാവരുടെയും വിചാരം ഒന്നൊരു സെഷൻ പോയി സംസാരിച്ചാൽ തീർന്നു എന്ന്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമുക്ക് ഡോക്ടറെ നമ്മൾ ഫോളോ അപ്പ് എടുത്ത് കാണുന്ന പോലെ തന്നെ ഫോളോ അപ്പിലൂടെ ഈ തെറപ്യൂട്ടിക്കൽ അപ്രോച്ച്, അതായത് എൻ്റെ വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്ത തോട്ട് പാറ്റേൺ, എൻ്റെ വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്ത ആറ്റിറ്റ്യൂഡ്സ്, ആ കൂടി ചേഞ്ച് വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ഹവേഴ്സ്. പറ്റുമോ? നടക്കില്ല. ഞാനിപ്പം പൂജയോട് ഒരു കാര്യം പറഞ്ഞു തന്നു എന്ന് വിചാരിച്ച് പൂജ അത് എടുക്കണം എന്നില്ല. അപ്പോൾ എൻ്റെ തോട്ട്സിനെ ബ്രേക്ക് ചെയ്യത്തക്ക രീതിയിൽ, എൻ്റെ തോട്ട്സിനെ റീസ്ട്രക്ചർ ചെയ്യത്തക്ക രീതിയിൽ അതിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അതെനിക്ക് ഞാൻ വർക്കൗട്ട് ചെയ്ത് അതിനകത്ത് വരുന്ന വർക്കൗട്ട് ചെയ്യുമ്പം വരുന്ന ഹാർഡ്ഷിപ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒബ്സ്റ്റക്കിൾസിനെ വീണ്ടും കടന്ന് കയറി പോകുന്നൊരു പ്രോസസ്സാണ്. ഒരു മിനിമം ഒരു അക്കോർഡിംഗ് ടു ദ സിവിയാരിറ്റി ആണ് സൈക്കോതെറപ്പി എന്നൊക്കെ പറയുമ്പോൾ ഒരു 90 days ടൈം പീരീഡ് എങ്കിലും മിനിമം വേണം. ഇപ്പോൾ OCDയോട് തന്നെ ചേർത്ത് വെച്ച് മറ്റൊരു വേർഡ് നമ്മൾ കേട്ടില്ല, ADHD ആണ്. ഇപ്പോൾ ഫഹദ് ഫാസിലൊക്കെ ഒരു ഇനോഗ്രേഷൻ എവിടെ വന്നപ്പോൾ എനിക്ക് ADHD ഉണ്ട് എന്ന് അതിനുശേഷമാണ് നമ്മുടെ ആളുകൾ എന്താണ് ADHD അന്വേഷിച്ചു പോയത്. വാട്ട് ഇസ് ADHD ആൻഡ് ഹൗ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? ADHD എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും. അത് കുട്ടികളിലും ഉണ്ടാവും, അഡൽട്ട്സിലും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവർ ബിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു എപ്പോഴും മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ വിരുവിര ഇങ്ങനെ ചാടുന്നു ഓടുന്നു, ഭയങ്കര ആക്റ്റീവ്, ഓവർ ആക്റ്റീവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് നേച്ചർ. അത് മാത്രമല്ല ഇവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ ഷോർട്ടായിരിക്കും. അവർക്ക് അറ്റൻഷൻ എറോസ് ചെയ്യും, ചിലരിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് അറ്റൻഷൻ എറോസ്, അതായത് അതിൻ്റെ സിവിയർ ലെവലിലൊക്കെ അറ്റൻഷൻ എറോസ് ചെയ്യാൻ പോലും പറ്റാത്ത കണ്ടീഷൻ. അപ്പം അത് എന്താ പറയുന്നത്, ഒരു ക്യൂവിൽ നിൽക്കാൻ പറ്റത്തില്ല, ഒരു പേഷ്യൻ്റായിട്ടൊരു കാര്യം ലിസൺ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്. എന്നോടൊരു ക്ലയൻറ്റ് പറഞ്ഞു, മാം ഞാൻ ഒരു ടാസ്കും എൻ്റെ ജീവിതത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒരു സിഗ്നേച്ചറെങ്കിലും ഞാൻ ബാക്കി വെക്കും, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് എങ്കിലും ബാക്കി വെക്കും. എന്നാണ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവത്തില്ല, കംപ്ലീറ്റ്നെസ് ഉണ്ടാവത്തില്ല. ഈ രീതിയിലെല്ലാം അവർ മെസ്സായിക്കൊണ്ടേയിരിക്കും, ഡിസോർഗനൈസ്ഡ് ആയിരിക്കും.
ഇപ്പം നമ്മളുടെ ആപ്ലിക്കേഷനിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ പല എന്താ പറയുന്നത്, ഞങ്ങൾക്ക് പല രീതികളുണ്ട് ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട്, ഓർഗനൈസ്ഡ് നേച്ചറിലേക്ക് വരാൻ വേണ്ടി. അപ്പോൾ കുട്ടികളിലൊക്കെ ഇത് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ എന്താ പറയുന്നത്, അവർക്ക് ഒരിക്കലും ക്ലാസ് റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ല, അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പേരൻസ് വിചാരിക്കുന്നത് ഇവൻ്റെ കുരുത്തക്കേടാണ്, ഇവൻ്റെ എന്താ പറയുന്നത് അഹങ്കാരമാണ്. അല്ലെങ്കിൽ ചില ഇതിൽ ഏറ്റവും രസം ഗ്രാൻഡ് പേരൻസാണ്. അപ്പനും ഇങ്ങനെ ആയിരുന്നു, അല്ല ഇവൻ്റെ അച്ഛനും ഇങ്ങനെ, അത് കുറച്ച് വലുതാവുമ്പോൾ മാറിക്കോളും. ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം, മനസ്സിലായോ? അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒബീഡിയൻസ് ഉണ്ട്, അടിയെ പേടിയുണ്ട്, അവരുടെ മാറുമല്ല, അത് വേറൊരു ഫോർമാറ്റിലേക്ക് പോകും. അവർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അവരുടെ മിഡിൽ ഏജിലും ഒക്കെ ആയി മാറും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത് ഇവർ റിബലായി മാറുകയാണ്, ക്രിമിനൽസായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏർലി സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം അഡൽട്ട് ADHD ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് ഡ്രഗ്സിലേക്ക് പോകും, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഉള്ള ആൾക്കാരാണ് ഈ ADHD അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇപ്പോൾ ആൻസൈറ്റി ഡിപ്രഷനും ചേർന്ന് വരാം, ആൻസൈറ്റി ഡിപ്രഷൻ OCD ചേർന്ന് വരാം. ചിലപ്പോൾ ADHD കാരണമായിട്ട് അവർക്ക് ആൻസൈറ്റി കൂടാം, അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ ഒന്നാന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ OCD ഇപ്പം നേരത്തെ സംസാരിച്ച ഒരു കേസ്, ആ ഒരു കുട്ടിയുടെ കേസ്, അപ്പോൾ അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ ADHD ഇതേപോലെ ഭയങ്കര സിവിയർ കണ്ടീഷനായിട്ട് എങ്ങനെയാണ് വരുന്നത്? തീർച്ചയായിട്ടും ADHD സിവിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കോഴ്സ് പഠിക്കും, തുടങ്ങും, അത് വേണ്ടാന്ന് വെക്കും, അടുത്ത കോഴ്സിലോട്ട് ചെന്ന് ചാടും, അതും വേണ്ടാന്ന് വെക്കും. അങ്ങനെ 8-9 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ വന്ന ക്ലയൻസ് ഉണ്ട്. 8-9 കോഴ്സുകൾ. ഒന്നിൽ ചിലപ്പോൾ 3 മാസമായിരിക്കും, ഒന്നിന് 4 മാസമായിരിക്കും, ചിലപ്പോൾ 6 മാസം പോയിട്ടുണ്ടാവും. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലോസ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ജോബിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം കൊടുക്കുന്നത്. കാരണം അക്കാഡമിക്കലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവിടെ എക്സാം എപ്പോൾ വരും, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നോട്ട് മച്ച് സർപ്രൈസിങ്, മനസ്സിലായി? സിസ്റ്റമാറ്റിക്, അത് അവർക്ക് എങ്ങനെയെങ്കിലും പഠിച്ചൊക്കെ സംഭവം മാനേജ് ചെയ്യാൻ പറ്റും. IQ കൂടെ ഉണ്ടെങ്കിൽ. IQ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജോബിലേക്ക്, എൻ്റെ ഒരു ക്ലയൻറ്റ് ജോബിലേക്ക് ചെന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു സോർട്ടിൽ കിട്ടുന്ന സജഷൻസ് അല്ലെങ്കിൽ കിട്ടുന്ന കാര്യങ്ങളെ ആൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാനും, ഒരെണ്ണം ചെയ്യും, 2 ചെയ്യും, 3-ാമത്തെ 4-ാമത്തെ എന്താണെന്ന് അറിയണമെങ്കിൽ പിന്നെ ആൾ പോയി ചോദിക്കണം. അറ്റൻഷൻ സ്പാൻ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ആൾ എഴുതി വെച്ച്, പക്ഷേ എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായോ? പിന്നെ ആൾക്ക് എന്താ പറയുന്നത്, സിസ്റ്റമാറ്റിക്കായിട്ട് പോകാൻ പറ്റുന്നില്ല. മറ്റേതാൾ പരീക്ഷ വരുമ്പോൾ പഠിക്കും, എങ്ങനെയെങ്കിലും കൊണ്ടുപോയി എഴുതി വെക്കും. ജോബിലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡായി, ഇന്ന് കൊടുക്കേണ്ടത് ഞാൻ ഇന്ന് കൊടുക്കണം, നാളെ അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ തന്നു കഴിഞ്ഞാൽ ആ ഡെഡ് ലൈനകത്ത് ഞാൻ ചെയ്യണം. അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുമ്പോൾ ചെയ്തിട്ട് കാര്യമുണ്ടോ ജോബിൽ? അപ്പോൾ അത് അവരുടെ ജോബിൽ. ഇനി റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം ഇൻകൺസിസ്റ്റൻസി, റിലേഷൻഷിപ്പിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. ADHD-കാർക്ക് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. അതുമാത്രമല്ല ഇത് ഇവരെ ഇമോഷണലി എഫക്റ്റ് ചെയ്യും, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് മാരകമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെ ലീഡ് ചെയ്യും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള മാതാപിതാക്കൾ ഈ പറയുന്നത്, അയ്യോ ആ കുട്ടി, നമ്മുടെ കുട്ടി കുറച്ച് കുറുമ്പ് കൂടുതലുണ്ടെന്നുള്ളൂ, പ്രശ്നമില്ല, വികൃതിയാണ് എന്നൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് വേറൊരു വലിയ പ്രശ്നത്തിലേക്ക് വരുന്നൊരു കാര്യവും ആയിരിക്കാം. അപ്പോൾ ആ കുട്ടിക്കൊരു ADHD ഉണ്ടോ, നമ്മുടെ കുട്ടി ADHD ഡയഗ്നോസ്ഡ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? കുട്ടികളെന്ന് പറഞ്ഞാൽ കുറുമ്പുള്ളവരാണ്, കുട്ടികളെന്ന് പറഞ്ഞാൽ ആക്റ്റീവാണ്. അപ്പോൾ കുട്ടിയുടെ കുറുമ്പാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യം, നമ്മൾ എത്ര സജഷൻസ് കൊടുത്താലും, അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുത്താലും ചില കാര്യങ്ങൾ അവരെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയും അതിൻ്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. ഒരിക്കലും ആർക്ക് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കയറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷൈനസ് അല്ലെങ്കിൽ അവർക്ക് ആൻഷ്യസ് ഫീലിംഗ് ഉള്ളപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നെയിൽ ബൈറ്റിംഗ് കൊണ്ട് മാത്രം നമുക്ക് അത് ADHD ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഇവർക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. റൂൾസ് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈക്കിള് കയറ്റത്ത് നിന്ന് പിന്നെ താഴോട്ട് വരുമ്പം ബ്രേക്ക് പിടിച്ച് വരണം എന്നുള്ളത് അറിയാമെങ്കിലും മോർ ഇൻറ്റു അഡ്വെഞ്ചർ. അപ്പോൾ ബ്രേക്ക് പിടിക്കില്ല, പട്ടോന്ന് വരും, വന്ന് വീഴും. അതുപോലെ തന്നെ
എപ്പോഴും മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ കൂടെ ആരെങ്കിലും ആയിരുന്നാൽ അവർക്ക് മുറിവുകൾ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എക്സൈറ്റഡ് ആകുമ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒട്ടും അവർക്ക് അങ്ങോട്ട് എന്താ പറയുന്നത് റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇമോഷൻസ് വരുമ്പം അവർക്ക് എന്താ പറയത്തില്ല, വികാരം വരുമ്പോൾ വിവേകമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ക്യൂരിയസ് ആയിട്ട് തൊടണ്ടെന്ന് പറയുന്നത് തൊട്ട് നോക്കുന്നു, ചെയ്യേണ്ടെന്ന് പറയുന്നത് ചെയ്ത് നോക്കുന്നു. അങ്ങനെ അവർ ഇംപേഷ്യൻ്റ് ആയിരിക്കും. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുക, എപ്പോഴും ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ മാത്രമായിരിക്കും അവരല്പം റെസ്റ്റ് ആയിട്ട് കാണുന്നത്. ഉറക്കത്തിൽ പോലും ട്വിസ്റ്റിങ്ങും റോളിങ്ങും സ്ലീപ്പ് ടോക്കും, ചില കുട്ടികൾ എഴുന്നേറ്റ് നടക്കുന്നവരെ കുട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ അവരൊരു റെസ്റ്റ്ലെസ് മോഡിലായിരിക്കും എപ്പോഴും. ഒരു ശാന്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകത്തില്ല. അങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ എത്ര അതിനെ ഏതെല്ലാം രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പസിൽസ് കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ പോലും വിതിൻ ഫ്യൂ സെക്കൻഡ്സ് അവർ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് പോകുന്നു. മനസ്സിലായി? അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി. അപ്പോൾ ചില പേരൻസ് ഇതിനെ ടാക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ലാപ്ടോപ്പ് കൊടുക്കും, മൊബൈൽ ഓൺ ചെയ്ത് കൊടുക്കും, കാർട്ടൂൺ കൊടുക്കും. പക്ഷെ അവിടെ അവർ ഇരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പരിഹാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള കാഴ്ചകൾ അവിടെ ഉണ്ടായതുകൊണ്ട് ഇവരുടെ ബ്രെയിനിൻ്റെ ആ ഇഷ്യൂസിനെ പോലും ഡിസ്ട്രാക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ അവിടെ ഒരു ഇതുണ്ടായതുകൊണ്ട് അവിടെ മാത്രം ഇരിക്കുന്നു. അത് പിന്നെ ഇവർക്ക് അതിലും വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ കുട്ടി അത്രയും റെസ്റ്റ്ലെസ് ആയിട്ടും നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഇംപേഷ്യൻ്റ് ആണ്, അങ്ങനെ കാണുവാണെങ്കിൽ നമ്മളത് കുരുത്തക്കേടായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഷുഡ് കൺസൾട്ട് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് അസസ്മെൻറ്റ് എത്രയും പെട്ടെന്ന് എടുക്കണം. അങ്ങനെ അസസ്മെൻറ്റിൽ അത് ADHD ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ അവർക്ക് തെറപ്യൂട്ടിക്കൽ അപ്രോച്ച് മസ്റ്റായിട്ട് കൊടുക്കണം. അതല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ കണ്ടക്ട് ഡിസോർഡേഴ്സ്. ആ കണ്ടക്ട് ഡിസോർഡേഴ്സ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിട്ട് മാറും. സ്വഭാവ വൈകല്യം ശരിയായിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് വ്യക്തിത്വ വൈകല്യമായിട്ട് മാറും. BPD പോലുള്ള, നാർസിസ്റ്റിക് പോലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലേക്ക് പോകും. സെക്ഷൽ ഡിസോർഡേഴ്സായി മാറാം. ഇതിവരുടെ അക്കാഡമിക്സിനെ ബാധിക്കാം. ചെറിയ ക്ലാസ്സിലൊന്നും കുഴപ്പം കാണത്തില്ല. അത് ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ, ചിലർക്ക് ഹയർ സെക്കൻഡറി ചെല്ലുമ്പോൾ, ഈവൻ PhDക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടായ ആളുകളെ എനിക്കറിയാം. അവർ പറയും എനിക്കിതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് ഈ പ്രശ്നമെല്ലാം വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇവരെ അക്കാഡമിക്കലി അല്ലെങ്കിൽ കണ്ടക്ട് ബേസിൽ, ബിഹേവിയർ ബേസിൽ ഇവരേത് കംപ്ലീറ്റ് ഇതാക്കുമ്പോൾ വളരെ. പക്ഷേ ഇതിനൊരു കാര്യമുണ്ട്, ഇതിന് കൗൺസിലിംഗ് അല്ല വേണ്ടുന്നത്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ചില കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കുട്ടികളെ അഡ്വൈസ് ചെയ്യും, നാളെ തൊട്ട് നീ ഇങ്ങനെ ചെയ്യും, നാളെ തൊട്ട് അങ്ങനെ ചെയ്യും. ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യം. ഇതിന് കൗൺസിലിംഗ് അല്ല വേണ്ടുന്നത്, കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റും തെറാപ്പിയാണ് വേണ്ടുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആത്മയിലൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെ അതിൻ്റെ അസസ്മെൻ്റ് എടുത്ത് അതിൻ്റെ തെറപ്പീസും ഒരു ടീം, അവർക്ക് ചിലപ്പോൾ ഒക്യുപേഷണൽ തെറപ്പി വേണ്ടി വരും, അവർക്ക് അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ടി വരും, ക്ലിനിക്കൽ സെഷൻസ് വേണ്ടി വരും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ഹോളിസ്റ്റിക് അപ്രോച്ച്. ചില കുട്ടികൾക്ക് സ്പീച്ച് റിലേറ്റഡ് ഇഷ്യൂസ് കാണും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില എന്താ പറയുന്നത് പ്രൊനൗൺസിയേഷൻസിലും ഒക്കെ. അപ്പോൾ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ നമ്മൾ എത്രയും നേരത്തെ ഇതിനൊരു തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച് എടുക്കുന്നു അത്രയും ഇവരെ ഓക്കെ ആക്കാനായിട്ട് പറ്റും. അതർവൈസ് ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ സിവിയർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പോൾ കുറച്ച് മുന്നേ ഇപ്പോൾ PhD എടുക്കാൻ പോയപ്പോഴും ആണ് വന്നതെന്ന് പറഞ്ഞപ്പം ഇത് ബേസിക്കലി എനിക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ OCD, ADHD, ഇങ്ങനെ നമുക്ക് ദർ ആർ ലോട്ട് ഓഫ് ടേംസ്, അതുപോലെ തന്നെ ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതിനൊരു ഏജ് ഉണ്ടോ? ഇത് നമുക്ക് ഈ ചെറിയ കുട്ടികൾക്ക് പക്ഷേ ഇത് വരില്ല. നമ്മൾ സാധാ പറയൂലേ, ഇപ്പം ഇങ്ങനെ ഒരു ഹാർട്ട് ഡിസീസ് ചിലപ്പോൾ മിക്കതും ചെറിയ കുട്ടികൾക്ക് വരില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരു അഡോൾസൻസിലായിരിക്കും ഇത് വരിക. അങ്ങനെ ഒരു ഏജ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടോ ഇതിൽ? എല്ലാത്തിനും അങ്ങനെ കൃത്യമായി പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്കിപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ സ്കീസോഫ്രീനിയ, ചിത്തഭ്രമം, അതൊരു ചെറിയ കുട്ടിക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊരു ഏർലി അഡൽട്ട്ഹുഡിലൊക്കെയാണ് കാണാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് പോലും ഡിപ്രഷൻ കണ്ടുവരാറുണ്ട്. 8 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഡിപ്രഷൻ കണ്ടുവരുന്നു. അതല്ലെങ്കിൽ ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്, ADHD, ADD, ODD പോലുള്ള ഇഷ്യൂസ് ചെറിയ കുട്ടികൾക്ക് തന്നെ കണ്ടു തുടങ്ങാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരുന്ന ഇഷ്യൂസാണ് ചെറിയ കുട്ടികളിൽ കാണാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചില കാറ്റഗറൈസേഷൻസ് ഉണ്ടെങ്കിലും ചിലത് അതിലും വിരുദ്ധമായിട്ടും
വരാൻ സാധ്യതകളുണ്ട്. സോ ഇറ്റ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. യാ അപ്പം കാരണം നമ്മളുടെ എല്ലാ ഫാക്ടേഴ്സും ഇതുമായിട്ട് ഇൻവോൾവ് ആണല്ലോ. അപ്പോൾ എന്നും പേരൻസ് തമ്മിലുള്ള സ്ട്രഗിൾസും കോൺഫ്ലിക്ട്സും കണ്ട് വളരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും. സോ ഇപ്പം നമ്മൾ ഈ ഒരു സെഷൻ്റെ വൈൻഡപ്പിലേക്ക് അടുത്തിരിക്കുകയാണ്. മാം ആക്ച്വലി ആത്മ മൈ മൈൻഡ് മൈ കെയറിൻ്റെ ചെയർപേഴ്സൺ ആണ്. സോ ഒരുപാട് പേരെ ഹീൽ ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് പേരെ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ആത്മയിൽ എന്തൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളാണ്, ഇപ്പോൾ ഒരു വിമൻ സെഷൻസ് കാര്യങ്ങൾ എക്സ്ട്രാ അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ആത്മയുടെ ടോട്ടൽ പ്രോസസ്സ്? ആത്മയുടെ പ്രോസസ്സ് ഇറ്റ്സ് എ കംപ്ലീറ്റ് മെൻ്റൽ ഹെൽത്ത് സർവീസ് പ്രൊവൈഡിങ് ഓർഗനൈസേഷൻ ഇൻ എ വെരി സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. ഇപ്പം നമുക്ക് മെൻ്റൽ ഹെൽത്തിലെ എല്ലാ എക്സ്പേർട്സും ഉണ്ട്, ഫ്രം സൈക്കാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസ്. നമ്മൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആർട്ട് തെറപ്പി, ഡാൻസ് തെറപ്പി, ഡ്രാമ തെറപ്പി, അങ്ങനെ നമ്മളുടെ നൈസർഗികമായിട്ടുള്ള കഴിവുകളെ പോലും തൊട്ടുണർത്തുന്ന രീതിയിൽ അതിലൂടെ ഒരു ഹീലിംഗ് പോകുന്ന രീതിയിൽ പോലുമുള്ള തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസ് ഉണ്ട്. എന്നാൽ കംപ്ലീറ്റ്ലി സയൻറ്റിഫിക്. സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് നമ്മൾ വന്നാൽ ആദ്യം ചെയ്യുന്ന അവർക്കൊരു ഇനീഷ്യൽ ഇൻടേക്ക് സെഷൻ ഉണ്ടാവും, അവരുടെ ഒന്ന് കാര്യങ്ങൾ തുറന്ന് പറയാൻ. അതിനുശേഷം അവർ നേരെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. അവരുടെ അസസ്മെൻറ്റ് സയൻറ്റിഫിക്കലി എടുക്കും. ആ കിട്ടുന്ന അസസ്മെൻറ്റിനനുസരിച്ച് അവരുടെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്തൊരു മൾട്ടി ഡയമെൻഷണൽ ടീം അപ്രോച്ചാണ് നമ്മൾ. ഇപ്പോൾ സൈക്കാട്രിസ്റ്റിനെ ഉൾപ്പെടുത്തേണ്ട കേസുകളിലാണെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ ഉൾപ്പെടുത്തും, അല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ടീമും ആണ് വേണ്ടതെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ടീമും കൂടെ ഉണ്ടാവും. അപ്പം ആ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ പോവും. അതുപോലെ ഓരോ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ വെൽനെസ്സിന് വേണ്ടി പറഞ്ഞ പോലെ ADHD, ADD, ODD ഇഷ്യൂസ്, അല്ലെങ്കിൽ ചില പേരൻസ് എൻ്റെ കുട്ടി കുറച്ചും കൂടെ എന്താ പറയുന്നത് ലൈഫ് സ്കിൽസ് ഉള്ള ആളാകണം, എൻ്റെ കുട്ടി കുറച്ചുകൂടെ നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളായി മാറണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരൻസ് നമ്മളുടെ കുട്ടികളെ ചേർക്കാറുണ്ട്. ഗ്ലോബൽ ആൽഫ ചാമ്പ്യൻ എന്നൊരു പ്രോഗ്രാമുണ്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടികളുടെ ലൈഫ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആൻഡ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ലേഡീസിൻ്റെ വെൽനെസ്സിന് വേണ്ടിയുണ്ട്. ലേഡീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ അവരുടെ കെയർ അത്ര കാര്യമായിട്ട് എടുക്കാത്ത ആളുകളാണ്, പ്രത്യേകിച്ച് വെൻ ഇറ്റ് കംസ് ടു മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തൊക്കെ നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട്, മെൻ്റൽ ഹെൽത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒട്ടും അതിനെ അങ്ങോട്ട് കാര്യമാക്കാറേ ഇല്ല. ഇനി അവർക്ക് കാര്യമായിട്ട് തോന്നിയാൽ വീട്ടുകാർക്ക് കാര്യമായിട്ട് തോന്നാറില്ല, വീട്ടുകാർക്ക് കാര്യമായിട്ട് തോന്നിയാൽ അവർക്ക് കാര്യമായിട്ട് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്യൂസ് ഇന്ന് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം സ്ത്രീകളെ അവർക്ക് വേണ്ടിയും കൂടെ കുറച്ച് സമയം അവരുടെ ഒരു ഇമോഷണൽ വെൽനെസ്സിന് വേണ്ടി ഒരു ദിവസം 45 മിനിറ്റ് എടുക്കുക അങ്ങനെ ഒരു വർഷം അവരെ കെയർ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമുക്ക് സെനോറ ഇത് റിയൽ ലേഡി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമും നമ്മൾ ലേഡീസിൻ്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു വെൽനെസ്സാണ്. അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം കെയർ, പ്രഗ്നൻസി കെയർ, ഈ പീരീഡിനെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാനും ആ പീരീഡിൽ അവർക്ക് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടിരിക്കാനും ഒരു ഹെൽത്തി, ഫിസിക്കലി ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ജനിക്കാനും വേണ്ടിയുള്ള പോസ്റ്റ്പാർട്ടം കെയർ നമ്മൾ കൊടുക്കും. നമ്മുടെ സ്നേഹ ബാബു കരിക്ക് ടീമിൻ്റെ ആളുടെ പോസ്റ്റ്പാർട്ടം കെയർ നമ്മളാണ് ചെയ്യുന്നത്. ആൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് വന്ന് നമ്മളുടെ അടുത്തെത്തി പോസ്റ്റ്പാർട്ടം കെയർ അങ്ങനെ ഒരു ടീം തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്ന ആളാണ്. അതുപോലെ ഒരുപാട് ലേഡീസ്, അപ്പോൾ അവർക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫിസിയോസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പീസ്, അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട്, അതുപോലെ തന്നെ അവരുടെ ഡയറ്റീഷ്യനുണ്ട് നമ്മുടെ കൂടെ, ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, യോഗ മാസ്റ്റേഴ്സ് ഉണ്ട്, ഫിറ്റ്നസ് കോച്ച് ഉണ്ട്. ഇറ്റ്സ് എ ടീം അപ്രോച്ച്. അപ്പോൾ യോഗ മാസ്റ്റർ പോലും എല്ലാ യോഗമുദ്രാസും പഠിപ്പിക്കാൻ വേണ്ടിയല്ല, അവർക്ക് ആപ്റ്റായിട്ട് ഇപ്പോൾ ആൻസൈറ്റി കൂടുതലുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ ആൻസൈറ്റി റിലീവിങ് ആയിട്ടുള്ള യോഗ ആയിരിക്കും നമ്മുടെ മാസ്റ്റർ കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടീം അപ്രോച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദാൻ 70 to 80%. അപ്പോൾ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും, അപ്പോൾ നമ്മുടെ ക്ലയൻസിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 99% ആളുകളും സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ആ രീതിയിലേ ചെയ്യത്തുള്ളൂ, സയൻറ്റിഫിക്കായിട്ട് ചെയ്യത്തുള്ളൂ. ജസ്റ്റ് അവർക്ക് വന്നൊരു വെൻഡ് ഓപ്ഷൻ മാത്രം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല ആത്മ മൈ മൈൻഡ് മൈ കെയർ. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ആത്മയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മളിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് വി ഹാഡ് ദിസ് ടോക്ക് എന്നുള്ളത്. ഈ ഒരു എപ്പിസോഡ് ആക്ച്വലി ഞാൻ എൻ്റെ അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ്, ആൻഡ് ഓൾ ദ വിമൻ മെൻ അറൗണ്ട് ദ വേൾഡ്. നമ്മൾ
ഫിസിക്കലി ഹെൽത്ത് നോക്കുന്ന പോലെ തന്നെ മെൻ്റലിയും ഫിറ്റ് ആവാൻ നോക്കുക ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് അല്ലേ? തീർച്ചയായും. Yeah, that's a serious business. So that's it. Let's pink it.